KSRTC വാഹനത്തിൽ പിന്നെ പോയിട്ടില്ല. അതുവഴി പോയെന്നേ ഉള്ളൂ. നമ്മളെ ഡിപ്പോയിൽ പോകണം. ആ ഡിപ്പോയിൽ പോയി ആ ബസ് പരിശോധിച്ചെന്നല്ല, ആ വീഡിയോ എങ്ങനെ മെമ്മറി കാർഡ് പോവല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ ഞാൻ പോയെന്നല്ല. ഞാൻ ATO അത് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കുക. ATO പറഞ്ഞെന്നാണ്. ATOയുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് വന്നെന്നാണ്. മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയെന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് വീഡിയോ കാണിച്ചു തരും. ആ വീഡിയോ ഒന്ന് കാണിച്ചു തരും. അതിൻ്റെ അകത്തുനിന്ന് ATO അങ്ങോട്ട് പോയപ്പോൾ നോക്കി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പോയിട്ടില്ലെന്നല്ലല്ലോ എപ്പോഴും പറയുന്നത്. പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ്. ശരി, ആയിക്കോട്ടെ. അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ MVD ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് പറഞ്ഞാൽ കേസ് എടുക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണം. അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ. എനിക്ക് ഓർമ്മയിലില്ല. അവർ പറയുന്നത് ശരിയായിരിക്കും. അത് റോഷനി ഞാൻ കണ്ടു, അനാവശ്യം പറഞ്ഞു, അപമര്യാദയും പെരുമാറി. അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. എനിക്ക് അതാണ് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എങ്ങനെയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണത്? നിങ്ങൾ ഏത് ചാനലാണ് ചേച്ചി? കൈരളിയാണോ? ഓ, അപ്പോൾ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെ. ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. ഒരു KSRTC ഡ്രൈവർ റോക്കി ഭായ് കളിച്ച് നടു റോഡിൽ അശ്ലീലം കാണിച്ചതും പറഞ്ഞതും ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. ആദ്യം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഇപ്പോൾ പ്രമുഖ നടി റോഷ്ന ആൻഡ് റോയിയും പ്രതികരിച്ചതോടെയാണ് ഡ്രൈവർ യദുവിൻ്റെ ലീലാവിലാസങ്ങൾ പുറത്തേക്ക് വരുന്നത്. സ്ത്രീകൾ പരാതിക്കാരായിട്ടും ഈ കേസിൽ എന്തുകൊണ്ടാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ആര്യയ്ക്കും റോഷ്നയ്ക്കും എതിരെ തിരിഞ്ഞത്? ഇപ്പോൾ തെളിവുകൾ പുറത്തു വരുമ്പോൾ, യദുവിന് ഉത്തരം മുട്ടുമ്പോൾ, യദുവിനെ ഒറ്റയ്ക്ക് പോരാടുന്ന റോക്കി ഭായ് ആക്കി നീതിയുടെ പൊൻകിരണം അന്വേഷിച്ചവർക്ക് എന്തു പറയാനുണ്ട്? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: DYFI നേതാവ് VK സനോജ്, വലത് സഹയാത്രികൻ മിഥുൻ വിജയകുമാർ, പ്രമുഖ നടി പരാതിക്കാരി കൂടിയായ റോഷ്ന ആൻഡ് റോയ്, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് PA പ്രിജി എന്നിവർ. ഏറ്റവും ആദ്യം VK സനോജിലേക്കാണ് പോകുന്നത്. സനോജ്, ഈ കേസിൽ എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് CCTVയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊക്കെ എന്താണോ ഡ്രൈവർ യദു പറഞ്ഞുകൊണ്ടിരുന്നത്, അതൊക്കെ ഇന്ന് അദ്ദേഹം തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയത്. ഈ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് KSRTC ഡിപ്പോയിലെത്തി വണ്ടിയിൽ കയറി പരിശോധിച്ചു എന്ന് പറഞ്ഞത് അങ്ങനെ താൻ പറഞ്ഞിട്ടില്ല എന്ന് ഇന്ന് പറയുകയും, എന്നാൽ പറഞ്ഞതിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ ഉത്തരമില്ലാതെ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് നടി റോഷ്നയുടെ പരാതി സംബന്ധിച്ച് ആ റൂട്ടിൽ താൻ ബസ് ഓടിച്ചിട്ടേ ഇല്ല, അതിനെക്കുറിച്ച് അറിയില്ല, അത് ഓർമ്മ പോലും ഇല്ല. മെമ്മറി കാർഡ് അന്വേഷിക്കുന്ന ആൾക്ക് മെമ്മറി പോലും ഇപ്പോൾ പ്രശ്നമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. പക്ഷേ KSRTCയുടെ രേഖകൾ ഇന്നിപ്പോൾ കാണിക്കുന്നത് ആ റൂട്ടിൽ യദു അന്നത്തെ ദിവസം കഴിഞ്ഞ വർഷം ജൂൺ 19 വണ്ടി ഓടിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു കേസ് ശരിക്കും എവിടെ എത്തി നിൽക്കുകയാണിപ്പോൾ? മാധ്യമങ്ങളും ഒരു വിഭാഗം രാഷ്ട്രീയ നേതാക്കളും ഒക്കെ കൂടി ചർച്ചയിലൂടെ ഇതെവിടെ എത്തിച്ച് ഇരിക്കുകയാണിപ്പോൾ? തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ ഇകഴ്ത്താൻ വേണ്ടി മാധ്യമങ്ങളും ചിലരും ചേർന്ന് ഊതി വീർപ്പിച്ച ഒരു ഇരയാണ് യദു എന്ന് ഇന്ന് പ്രമുഖ ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരുകുടിയുടെ ഒരു പോസ്റ്റ് ഇപ്പോൾ ഞാൻ കണ്ടു. അത് ഞാൻ താങ്കളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. ശരിക്കും ആ അർത്ഥത്തിൽ മേയറെ ഇകഴ്ത്താൻ വേണ്ടിയുള്ള ചിലരുടെ ഊതി വീർപ്പിച്ച ഇരയാണോ യദു? ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം യദുവിനെ മുൻനിർത്തി വലതുപക്ഷ മാധ്യമങ്ങൾ ഇവിടെ കെട്ടിപ്പൊക്കിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഊതിവീർപ്പിച്ച ബലൂണായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആര്യ രാജേന്ദ്രനായതുകൊണ്ടാണ് ഈ വിഷയത്തിൽ യദുവിന് ഒപ്പം എന്ന നിലപാട് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും ഒരുപറ്റം ഈ വലതുപക്ഷ നിരീക്ഷകന്മാരുമെല്ലാം സ്വീകരിച്ചത്. അങ്ങനെ നിലപാട് സ്വീകരിച്ച്
ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ അധികാരം പ്രയോഗിക്കുന്നു, ധാർഷ്ട്യം കാണിക്കുന്നു, ആ പാവപ്പെട്ട യദുവ് എന്ന തൊഴിലാളിയോട് അങ്ങേയറ്റം നീതിയില്ലാതെ പെരുമാറി എന്നൊക്കെയാണ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്തായിരുന്നു വസ്തുത? നമ്മുടെ സഹോദരിമാരോട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇങ്ങനെയുള്ള ആളുകളെ അപ്പം തന്നെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കണം. ഒരു തരത്തിലുള്ള കോംപ്രമൈസും നടത്തേണ്ടതില്ല, അപ്പം തന്നെ പ്രതികരിക്കേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെയാണ് ഓരോ രക്ഷിതാവും തങ്ങളുടെ പെൺകുട്ടികളെ വളർത്തുന്നത്. അങ്ങനെയാണ് നമ്മുടെ സഹോദരിമാരോട് പറയുന്നത്. ഇവിടെ ആര്യ എന്ത് തെറ്റാണ് ചെയ്തത്? അവർ കുടുംബസമേതം യാത്ര ചെയ്യുന്നു. ആര്യക്ക് ഈ യദു എന്ന് പറയുന്ന ബസ് ഡ്രൈവറോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുണ്ടോ? മുൻ പരിചയമുണ്ടോ? അങ്ങനെ മുൻ പരിചയമില്ല, പൂർവ്വ വൈരാഗ്യമില്ല, ഒരിക്കൽ പോലും കണ്ട ബന്ധമില്ല. പക്ഷേ ഇയാൾ ആര്യയുടെ വാഹനത്തിന് നേരെ അപകടകരമായ നിലയിൽ ഡ്രൈവ് ചെയ്തു വന്നു, വാഹനത്തെ ഇടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രതികരണമുണ്ടായി. അങ്ങനെ പ്രതികരിച്ചപ്പോൾ വളരെ മോശം നിലയിൽ ഇയാൾ ലൈംഗിക ചേഷ്ട കാണിച്ച് ഈ സംഘത്തെ പ്രകോപിപ്പിക്കുകയാണ്. എന്ത് ചെയ്യണമായിരുന്നു? ആര്യ അവിടെയുള്ള ഡിവൈഎഫ്ഐക്കാരെ കൂട്ടിയിട്ട് ബസ് തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള ജനാധിപത്യ സംവിധാനവും അവിടെ അട്ടിമറിച്ചിട്ടില്ല. ഒരു അധികാരവും അവിടെ പ്രയോഗിച്ചിട്ടില്ല. ആര്യ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു, പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. ആര്യക്ക് മേയറായതുകൊണ്ട് മന്ത്രിയെ തന്നെ വിളിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യമുണ്ടായി. ഈ 3 കാര്യങ്ങളാണ് അവിടെ ആദ്യം ചെയ്തത്. അപ്പോൾ വാഹനം നിർത്തിയ ഘട്ടത്തിൽ അതിന് മുന്നിൽ വാഹനം ഇട്ട് ആ ഡ്രൈവറോട് അല്പം പ്രകോപനത്തോട് സംസാരിച്ചിട്ടുണ്ട്. അതാണോ ഏറ്റവും വലിയ തെറ്റ്? ഇയാളുടെ ചരിത്രം നോക്കണ്ടേ? ആരാണ് ഇയാൾ? അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇയാൾ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഇതുപോലെയുള്ള പല കേസിലും പ്രതിയാണ്. ഞാൻ ആ കേസിൻ്റെയൊക്കെ വിശദാംശങ്ങളോട് വായിക്കാൻ പറ്റുമോ? ഇതുപോലെയൊരു ചാനലിൻ്റെ മുന്നിൽ വന്ന് ഇയാൾക്കെതിരിട്ട FIRൻ്റെ ആ കോപ്പി നമുക്ക് വായിക്കാൻ പറ്റുമോ? ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപകടകരമായ വാഹനം ഓടിച്ച കേസിൽ മാത്രമല്ല, ലക്ഷണമൊത്ത ഞരമ്പ് രോഗിയാണ് ഇയാൾ. ചരിത്രം അത്ര ശുദ്ധമല്ല. അയാളെക്കുറിച്ച് കേൾക്കുന്ന കഥകളൊന്നും, സുഹൃത്തുക്കൾ പറയുന്നത്, സഹപ്രവർത്തകർ പറയുന്നതൊന്നും അത്ര ന്യായമായ കാര്യങ്ങളല്ല. ഇതൊന്നും താങ്കൾ പറയുന്നത് പോലെ ഒരു പൊതു ചർച്ചയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ യദുവിനെ പൊതുമധ്യത്തിൽ ഈ ചാനലുകളിലൊക്കെ ഇരുത്തി പലരും അദ്ദേഹത്തെ വലിയ നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കളുണ്ട്, നല്ല മാധ്യമങ്ങളുണ്ട്, നീതിയുടെ അപ്പോസ്തലൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വാഴ്ത്തുന്നത്. അതൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരില്ലേ? അതെ, അല്ല, അതൊക്കെ തുറന്നു പറയേണ്ടി വരും. ഇപ്പം ആളുകൾക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട കുറച്ച് ചാനലുകളും അതിൻ്റെ അവതാരകന്മാരും പറയുന്നത് കേൾക്കുന്നവരാണ്. അവരെല്ലാം പറയുന്നത് ഈ നാടാകെ വിശ്വസിക്കുന്നു എന്ന് ഒരു തെറ്റിദ്ധാരണയും ആർക്കും വേണ്ടതില്ല. ഇവരുടെ എല്ലാം അജണ്ട എന്താണ് എന്ന് ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടി റോഷ്ന ആദ്യം പറഞ്ഞു, എനിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഈ ഡ്രൈവറും ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ ആളുകളും എന്താ പറഞ്ഞത്? എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിച്ചില്ല എന്നാണ് ചോദിച്ചത്. അപ്പോൾ പ്രതികരിച്ച ആരുടെ അനുഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നടി റോഷ്ന എന്തുകൊണ്ട് അന്നേരം പരാതി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. നടി റോഷ്ന സഞ്ചരിച്ച ബസ്, ആ റൂട്ട്, ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ ആ റൂട്ടിൽ ഞാൻ സഞ്ചരിച്ചിട്ടേ ഇല്ല, അതിന് ഡ്രൈവർ ഞാനായിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇത് ശ്രമിച്ചു. പക്ഷേ KSRTC ഓഫീസിൽ നിന്ന് രേഖകൾ പുറത്തു വന്നു. അന്നേ ദിവസം ജൂൺ 19-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. ജൂൺ മാസം 18-ാം തീയതി ഡ്യൂട്ടി നമ്പർ 116 ഡ്രൈവർ യദുവാണ്. RPE 492 ബസ്സിൻ്റെ നമ്പർ. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നപ്പോൾ യദുവിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയ മാധ്യമങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അവരിപ്പോൾ പകരം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അന്നേരം പരാതിപ്പെട്ടിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ യദുവിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഒരുപറ്റം നിരീക്ഷകന്മാരുണ്ട്, വലതുപക്ഷ മാധ്യമങ്ങൾ ഒന്നടങ്കമുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളം എങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധ തിമിരം ബാധിച്ച കുറേ ആളുകൾ രംഗപ്രവേശം ചെയ്യുകയാണ്. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നത്? അരിക്കൊമ്പിന് വേണ്ടി ഫാൻസ് ഉണ്ടാക്കുന്നു. നമ്മൾ കണ്ടു, റോബിൻ ബസ്സിന് വേണ്ടി ഫാൻസ് ഉണ്ടാക്കുന്നു. സകല നിയമങ്ങളും ലംഘിച്ച് സർവീസ് നടത്തുന്ന ഒരു ബസ്സും അതിൻ്റെ മുതലാളിക്കും വേണ്ടിയിട്ട് റോബിൻ ബസ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയ കേരളം ആരായത് നേതൃത്വം കൊടുക്കുന്നത്? ഇതെല്ലാം സർക്കാരിനെതിരായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ മറ്റ് സംവിധാനത്തിനെതിരായിട്ട് തിരിച്ചുവിടാം എന്ന ഒരു നിലയുണ്ടാവുമ്പോൾ മറ്റൊന്നും നോക്കാതെ വ്യാപകമായ കള്ള പ്രചരണം നടത്തുകയാണ്. ഈ യദു എന്ന് പറയുന്ന കക്ഷി തന്നെ എന്തൊക്കെയാണ് ആ സിനിമാ നടിയോട് പറഞ്ഞത്? നിങ്ങൾക്കിപ്പോൾ സിനിമയില്ല,
അതുകൊണ്ട് പണത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും പറഞ്ഞു വിട്ടതാണെന്നൊക്കെയുള്ള അങ്ങേയറ്റം മോശമായ നിലയിലല്ലേ അദ്ദേഹം പെരുമാറിയത്? കാര്യങ്ങൾ അന്വേഷിക്കൂ, എനിക്ക് അതിനകത്ത് ഭയമില്ല എന്നല്ലല്ലോ പറഞ്ഞത്. ഇപ്പോൾ ഇതൊക്കെ പോട്ടെ, ഇപ്പോൾ മെമ്മറി കാർഡ് കാണുന്നില്ല. ആരായിരിക്കും മെമ്മറി കാർഡ് എടുത്തിട്ടുണ്ടാവുക? മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞു, മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നതിന് എത്രയോ ദിവസം, 2-3 ദിവസം മുന്നേ തന്നെ, അല്ല ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട വാർത്ത വരുന്നതിന് മുന്നേ തന്നെ ഈ യദു എന്ന് പറയുന്ന കക്ഷി വിവിധ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഘട്ടത്തിൽ ഒരു സമയത്തും എൻ്റെ ബസ്സിൻ്റെ ഈ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ സത്യം ബോധ്യപ്പെടുമെന്ന് ഒരു ചാനലിനോടും യദു പറഞ്ഞിട്ടില്ല. ഒരു ചാനലിനോടും യദു പറഞ്ഞിട്ടില്ല. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. പോലീസ് ഈ വിഷയം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് KSRTCയോട് ആവശ്യപ്പെടുകയാണ്. മെമ്മറി കാർഡ് CCTV ബസ്സാണ്, ആ കാർഡ് ആവശ്യപ്പെട്ടപ്പോഴാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത്. യദുവിനറിയാലോ താൻ സഞ്ചരിക്കുന്ന, ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ബസ്സിനകത്ത് ഈ സംവിധാനമുണ്ട് എന്ന്. യദുവിന് പിറ്റേ ദിവസം തന്നെ പറയാമായിരുന്നു. മെമ്മറി കാർഡ് പരിശോധിച്ചാൽ മതിയെന്ന് അന്ന് എന്തുകൊണ്ട് യദു പറഞ്ഞിട്ടില്ല? VK സനോജ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ചില ദുരൂഹതകൾ യദുവിൻ്റെ കാര്യത്തിലുണ്ട്. അത് ഇന്ന് കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ ചോദിച്ചപ്പോൾ അവിടെ അദ്ദേഹം പ്രതികരിച്ചത് എങ്ങനെ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സനോജ് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളുണ്ട്, നമ്മൾ തുടക്കത്തിൽ കാണിച്ച ദൃശ്യങ്ങളുണ്ട്, കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ കാണിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വരാം. ശ്രീ മിഥുൻ വിജയകുമാർ, ഇപ്പോൾ BJPക്കും കോൺഗ്രസിനുമൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് നേരത്തെ VK സനോജ് പറയുന്നിടത്ത് ആണ് ഇതിൻ്റെ വ്യാപ്തിയുള്ളത്. ചില മാധ്യമങ്ങൾ ഈ ചർച്ചയെ എവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്നതിൻ്റെ പ്രാധാന്യം അവിടെയാണ് നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഈ ചർച്ചയിലേക്ക് ഞാൻ BJPക്കാരെ വിളിച്ചപ്പോൾ, ഇന്നലെയൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളെ വിളിച്ചപ്പോൾ അവർ പതുക്കെ ഒഴിഞ്ഞു മാറുകയാണ്. അവർ ഈ ചർച്ചയിലേക്ക് ഇന്ന് ഒരു ചാനലിലും പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് ഇന്നത്തെ ദിവസം യദുവിൻ്റെ പ്രതികരണങ്ങളും മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും തെളിവുകൾ പുറത്തു വന്നതും ഒക്കെ കാണുമ്പോൾ ഇതിൽ പങ്കെടുത്താൽ തങ്ങളുടെ ഇമേജ് പോകും എന്ന് മനസ്സിലായിട്ടുണ്ട്. മിഥുൻ, ഈ കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയം കലർത്തി എന്തിനാണ് യദുവിനെ ഇങ്ങനെ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചത്? അതിപ്പോൾ മാധ്യമങ്ങൾക്കും ചില രാഷ്ട്രീയ പ്രവർത്തകർക്കുമൊക്കെ തിരിച്ചടിയായോ? നോക്കൂ ഡോക്ടർ ലാൽ, ഇവിടെ ഒരു സംഭവം നടക്കുകയാണ്. ആര്യ രാജേന്ദ്രനെ ആരും വീട്ടിൽ നിറക്കി കൊണ്ടുവന്ന് ഒരു പ്രശ്നമുണ്ടാക്കി അതിലെല്ലാവരും അഭിപ്രായം പറയുകയും രാഷ്ട്രീയ കക്ഷികൾ ഇതിൽ അഭിപ്രായം പറയുകയോ അല്ല. ആര്യ രാജേന്ദ്രൻ തന്നെ ഒരു വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ട് ഒരു കാര്യം പറയുകയും അതിലൊരു ഭയങ്കരമായ ഒരു ഇഷ്യൂ ആണെന്ന രീതിയിൽ അവർ അവതരിപ്പിക്കുകയും അവർക്കതിലൊരു പങ്കുമില്ല, ഈ ഡ്രൈവറാണ് എല്ലാ തരത്തിലും കുറ്റക്കാരൻ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പം സമൂഹം അത് ചർച്ച ചെയ്യും. അതിൽ രാഷ്ട്രീയ കക്ഷികൾ പങ്കുചേരും, അവരുടെ അഭിപ്രായങ്ങൾ പറയും. അല്ലാതെ അതിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യും. അല്ലാതെ അതിനകത്തൊരു പരാതിക്കാരി ആകേണ്ടതില്ല എന്നൊരർത്ഥത്തിൽ ഒരു വിക്ടിം കാർഡ് ഉണ്ടാക്കി കളിക്കുകയായിരുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുമ്പോൾ അങ്ങനെയാണോ നമ്മുടെ സമൂഹത്തിൽ അത് കാണേണ്ടത്? തീർച്ചയായിട്ടും അല്ല. പക്ഷെ വസ്തുതാപരമായിട്ടുള്ള പരാതികളായിരിക്കണം. ആദ്യം പറഞ്ഞത് ആര്യ രാജേന്ദ്രൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ഇയാൾ ലഹരി ഉപയോഗിച്ച് അതിന്റെ പാക്കറ്റ് വലിച്ചെറിഞ്ഞു. എന്തെങ്കിലും തെളിവുണ്ടോ ഡോക്ടർ ലാൽ? ഉണ്ട്. ചില ദൃശ്യങ്ങളിൽ അദ്ദേഹം കഴിഞ്ഞോ? അയാളുടെ മുൻകാല ഹിസ്റ്ററി പരിശോധിച്ചിട്ടല്ലോ നമ്മൾ ഒരു കേസിന്റെ വിലയിരുത്തുക. താങ്കൾ ഒരു കേസിലെ പ്രതിയാണെങ്കിൽ താങ്കളുടെ പാസ്റ്റ് ഹിസ്റ്ററി നോക്കിയിട്ടല്ല ആ കേസിന്റെ കാര്യങ്ങൾ. പോലീസുകാർ നോക്കേണ്ട കാര്യം. ഈ വിഷയം ഒരു കേസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഒരു സ്ത്രീക്ക് ഒരു പരാതി ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ആ പരാതി ജെന്യൂനിറ്റി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഈ പരാതി ആരെക്കുറിച്ചാണ് എന്ന് കൂടി നമ്മൾ പരിശോധിക്കും. സാധാരണ വഴിയെ പോകുന്ന ഒരാൾക്ക് എതിരെ ഒരാൾ പരാതി പറഞ്ഞാൽ ഉണ്ടാകുന്നത് പോലെ അല്ല മുൻകാല ചരിത്രത്തിൽ പ്രശ്നമുള്ള ഒരാൾക്കെതിരെ പരാതി പറയുമ്പോൾ. അങ്ങനെ അത് താങ്കൾക്ക് പറയാം, എനിക്ക് പറയാം, രാഷ്ട്രീയമുള്ള VK സനോജിന് വേണമെങ്കിൽ പറയാം. അതേവിടെ നിരീക്ഷകരെയൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം ചർച്ചയുടെ ഒരു ഫസ്റ്റ് ഭാഗം തന്നെ തുടങ്ങി വെച്ചത്. ഞാൻ പറയുന്നത്, ഞാനവിടെ ചോദിക്കുന്ന ഒരു കാര്യം, ഇയാൾ ലഹരി ഉപയോഗിച്ചു എന്നൊരു ആരോപണം അവിടെ ഉന്നയിച്ചു. അത് ഏതെങ്കിലും പോലീസിന്റെ റിപ്പോർട്ടിലുണ്ടോ? അപ്പൊ കൃത്യമായ ഒരു കളവായിരുന്നു ആ പറഞ്ഞത്. അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ശരിയാണോ തെറ്റാണോ എന്ന് പോലീസ് നോക്കണം, അതിൽ അന്വേഷിക്കുന്നവർ നോക്കണം. ഇനിയിപ്പോ കോടതി ആണെങ്കിൽ കോടതി പരിശോധിക്കണം. നമ്മൾ എങ്ങനെയാണ് തീർപ്പ് കൽപ്പിക്കുന്നത്? ലഹരി ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് തെളിയിക്കുക അല്ലല്ല, ലഹരി ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് തെളിയേണ്ടത് ഒരു ചെറിയ ടൈം ഫ്രെയിമിനുള്ളിലാണ്. അല്ലാതെ നമുക്ക് ഭാവിയിൽ തെളിയിക്കേണ്ട ഒരു കാര്യമല്ല. പോലീസിന്റെ റിപ്പോർട്ടിൽ എവിടെയും ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചു എന്ന കാര്യം മാത്രമല്ല. ഞാൻ പറയട്ടെ, ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരട്ടെ ഡോക്ടർ ലാൽ. താങ്കൾ ഇടപെട്ടുകൊണ്ടിരുന്ന എനിക്ക് പറയാൻ പറ്റില്ല.
സോറി, അത് നമ്മുടെ മുമ്പിലല്ലല്ലോ തെളിയിക്കേണ്ടത്. നമുക്ക് ഒരു പരാതി ഉണ്ടാകുമ്പോൾ അത് പരാതി ആർക്കെതിരെയാണോ അയാൾ സാധാരണ ഒരു ബുദ്ധിയോടുകൂടി ഇരിക്കുമ്പോൾ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലഹരി ഉപയോഗിക്കാത്ത ഒരാൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയേണ്ടി വരും. നിങ്ങളും ഇവിടെ വി കെ സനോജും ഒന്നും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ഭാഗത്ത് അലിഗേഷൻസ് ആണ്, മറുഭാഗത്ത് CCTV ദൃശ്യങ്ങൾ കിടക്കുന്നുണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് വന്ന് സീബ്ര ക്രോസിംഗിൽ നിർത്തിയിട്ട് ഇയാളെ ചെന്ന് ചോദ്യം ചെയ്യുകയാണ് ഇവര്. മാത്രമല്ല ഇവരുടെ തന്നെ പരസ്പര വിരുദ്ധമായ 2-3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് വരുന്നത്. ഒന്ന് ഇവരുടെ രാജ്യസഭയിലേക്ക് കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ ചർച്ച യദുവിനറിയാമല്ലോ, ഡ്രൈവറാണല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് യദു ആ കാര്യം പല ഘട്ടങ്ങളിലും ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ മറച്ചു വെച്ചു? പിന്നീട് ചർച്ചയായപ്പോഴാണല്ലോ യദു അതിനെ കുറിച്ച് പറയുന്നത്. ഇത് കൂടാതെ ഇന്നത്തെ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം CCTV കുറിച്ചും മെമ്മറി കാർഡിനെ കുറിച്ചും എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് മാധ്യമങ്ങളോട്? അദ്ദേഹം പോയി പരിശോധിച്ചു എന്നാണ് പറഞ്ഞത്. ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി തരാനുള്ള ടൈം എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകില്ല. താങ്കൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി തരാനുള്ള ടൈം എനിക്ക് വേണം. അല്ല, ഒരു ചോദ്യം ഒരു ഉത്തരം, അങ്ങനെയല്ല. ഒരു ചോദ്യം ഉണ്ടാകും, അതിനിടയ്ക്ക് താങ്കൾ പറയുന്ന ഉത്തരത്തിൽ സംശയങ്ങൾ ഉണ്ടാകും, ഞാൻ ഇടപെടും. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് സനോജിനോട് ഈ കൗണ്ടർ ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല? താങ്കൾ എന്തുകൊണ്ട് വി കെ സനോജിനോട് ഈ കൗണ്ടർ ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല? അദ്ദേഹം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല? ഇന്ന് വന്ന ന്യായമായ പല തെളിവുകളും ഒരു ഭാഗത്ത് നിങ്ങളുടെ മുന്നിൽ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, മറുഭാഗത്ത് നിങ്ങളുടെ മുന്നിൽ കുറച്ച് അലിഗേഷൻസ് ഉണ്ട്. CPM പോലുള്ള ഈ പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന, സനോജിനെ പോലുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഒരു ഭാഗത്ത് അലിഗേഷൻസും മറുഭാഗത്ത് ഡിജിറ്റൽ എവിഡൻസും. ഇതിൽ താങ്കൾക്ക് ഏതാണ് ചർച്ച മുന്നോട്ട് നയിക്കാൻ? ജനറലായോ പറയേണ്ടത്, നമുക്ക് സ്പെസിഫിക് ആയ ചില കാര്യങ്ങൾ എടുക്കാം. ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ യദു പറഞ്ഞ കാര്യം താങ്കൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ താങ്കൾ കേൾക്കാത്തത്? അതോ ജനറലായ ചില കാര്യങ്ങൾ പോവുകയാണോ? താങ്കൾ എന്റെ ചോദ്യം മുഴുവൻ കേൾക്കാതെ എങ്ങനെയാണ് എനിക്കൊരു ഉത്തരം പറയാനുണ്ടെന്ന് പറഞ്ഞ് താങ്കൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? താങ്കൾ ഒരു ചോദ്യം കേൾക്കൂ. ഇന്നത്തെ ദിവസം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ഇടപെട്ട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ അതിന് ഉത്തരം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. യദു എന്താണ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്? അന്നത്തെ ദിവസത്തെ കഥയല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ 4-5 ദിവസമായി അന്നത്തെ ദിവസത്തെ ചർച്ചകളൊക്കെ നടത്തിയ ആളുകൾക്ക് ഇന്ന് മാധ്യമങ്ങളിൽ വരാൻ തന്നെ താല്പര്യമില്ല. ഇന്നത്തെ പുതിയ കാര്യങ്ങൾ കേട്ടപ്പോൾ അവർക്ക് താല്പര്യമില്ലാതായത് എന്തുകൊണ്ടാണ് എന്നാണ് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് യദു പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഇന്നലെ മാധ്യമങ്ങളിൽ പറഞ്ഞതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ KSRTC ബസ്സിൽ അദ്ദേഹം പിറ്റേ ദിവസം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പോയി പരിശോധിച്ചു എന്ന് മാധ്യമങ്ങളോട് ഇന്നലെ വരെ പറഞ്ഞ യദു ഇന്നിപ്പോൾ അതങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് ആദ്യം പറയുന്നു. പിന്നീട് ഞാൻ അങ്ങനെ പറഞ്ഞു, പുറത്തുനിന്ന് നോക്കി എന്നാണ് പറഞ്ഞതെന്നൊക്കെ മാറ്റി പറയുന്നു. പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന രീതിയൊക്കെ താങ്കളും കണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ്? ഇത് രാഷ്ട്രീയമാകുന്നത് എങ്ങനെയാണ്? ചില രാഷ്ട്രീയക്കാർ അതിനെ ഇന്നലെ വരെ ഉപയോഗിച്ചിട്ട് ഇന്ന് മാധ്യമങ്ങളിൽ വരാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം. നോക്കൂ ഡോക്ടർ ലാൽ, ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ മുന്നിൽ കിടക്കുന്ന ഡിജിറ്റൽ എവിഡൻസിനെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് എൻ്റെ വാദങ്ങൾ ഉന്നയിക്കുന്നത്. ഇവിടെ യദു പറഞ്ഞ കാര്യങ്ങളോ ആര്യ രാജേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളോ റഹീം പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ കാര്യങ്ങളെയോ അടിസ്ഥാനമാക്കിയിട്ടല്ല ഞാൻ ഈ ചർച്ച ദിവസം മുമ്പുള്ള കാര്യത്തിലാണ് നിൽക്കുന്നത്. ദയവായി നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. നമ്മുടെ ചർച്ച ഇന്ന് യദു പറഞ്ഞ കാര്യങ്ങളിലെ തർക്ക വിഷയങ്ങൾ, അദ്ദേഹം മാറ്റി പറഞ്ഞ കാര്യങ്ങൾ, ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തുകൊണ്ട് ചിലരൊക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവിടെയാണ് ഞാൻ താങ്കളോട് വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യം. ആര്യ രാജേന്ദ്രൻ ഒരു കേസ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ചാടിക്കേറി FIR ഇടുന്ന പോലീസ് യദുവിൻ്റെ കാര്യത്തിൽ ആ ഒരു നടപടി സ്വീകരിച്ചില്ല. മാത്രമല്ല നമ്മൾ സാധാരണക്കാർ, ഞാൻ ഇവിടെ ചോദിക്കുന്നത് 7 ദിവസം മുമ്പുള്ള കാര്യമോ 10 ദിവസം മുമ്പുള്ള കാര്യമോ യദുവിൻ്റെ വിഷയമോ ഒന്നുമല്ല. ഇപ്പോൾ ഇതൊരു ഡിസ്പ്യൂട്ടാണെന്ന കാര്യം താങ്കൾക്കും എനിക്കും ഈ പറയുന്ന സനോജിനും ആർക്കും ഒരു സംശയമില്ലല്ലോ. ഇതൊരു റോഡ് ഡിസ്പ്യൂട്ടാണ്. റോഡ് ഡിസ്പ്യൂട്ടിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നിങ്ങൾ ഇതിന് മുമ്പ് എപ്പോഴും കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ താങ്കളോ ഞാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ത്രീയോ ആണ് ഒരു സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ ഒരു പരാതി കൊടുത്തെങ്കിൽ പോലീസ് അവിടെ വന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് ആ ബസ് യാത്രക്കാരോടെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യില്ലേ?
അവിടെ നടന്ന സംഭവം എന്താണെന്ന് പരിശോധിക്കില്ലേ? അതുപോലും ചെയ്യാത്ത പോലീസ് ഉടനെ ഇയാൾക്ക് നേരെ ഒരു FIR ഇടുകയാണ്. എന്നാൽ ഇയാളുടെ പരാതിയിൽ ആ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇപ്പൊ യദു അങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറഞ്ഞെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ. പരാതിയിൽ FIR ആൻഡ്രോയിഡ് കൂടി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായി അഡ്വക്കേറ്റ് പ്രിജിയിലേക്ക് എനിക്കൊന്ന് പോകണം. അഡ്വക്കേറ്റ് പ്രിജി, ഈ കാര്യത്തിൽ ഇപ്പോൾ മിഥുൻ വിജയകുമാർ പറയുന്നത് പോലെ ആണോ ഈ കാര്യങ്ങൾ മുന്നോട്ട് കാണേണ്ടത്? താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. അദ്ദേഹം പറഞ്ഞ 3 പോയിന്റുകൾ. ഒന്ന്, ഒരു കേസിൽ പ്രതിയെ പരിശോധിക്കുമ്പോൾ അയാളുടെ ക്രിമിനൽ ആന്റിസിഡൻസ് പരിശോധിച്ചിട്ടല്ല ഒരു കേസിന്റെ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട നടപടികളും പോകുന്നത് എന്നാണ്. നമ്മുടെ നാട്ടിലെ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ചും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ കോടതികൾ പരിശോധിക്കുന്നതും അതോടൊപ്പം പോലീസ് പരിശോധിക്കുന്നതും ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഒരു പ്രതിയുടെ ക്രിമിനൽ ആന്റിസിഡൻസ്, അയാളുടെ സ്വഭാവ രീതികൾ, അയാളുടെ ക്രിമിനൽ വാസനകൾ, ഇതൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്താകമാനമുള്ള ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനും അതോടൊപ്പം തന്നെ കൺവിക്ഷനും നടക്കുന്നത്. ഒരേ ഒരു കേസിൽ പ്രതിയായ ഒരാൾക്ക് കിട്ടുന്ന പരിഗണന ഒരിക്കലും അതേ സ്വഭാവത്തിലുള്ള, അതാണ് ശ്രദ്ധിക്കേണ്ടത്, സമാന സ്വഭാവത്തിലുള്ള ക്രിമിനൽ ആന്റിസിഡൻസ്. ഇതിനകത്ത് വളരെ രസകരമായി ക്രിമിനൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ രസകരമായ ഒരു സമാനത, ഇദ്ദേഹം ഈ തരത്തിൽ ശല്യപ്പെടുത്തുന്നതെല്ലാം സ്ത്രീകൾ കൂടി ഉൾപ്പെടുന്ന സംഘത്തെയാണ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ സ്ത്രീകൾ ചേർന്ന് വരുന്ന കേസുകളാണ് ഇയാളുടെ ആന്റിസിഡൻസ് ആയി ഉള്ളത് എന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം മനസ്സിലാക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയോട് ഈ പറയുന്ന ബസ് ഡ്രൈവർ പ്രവർത്തിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ ചാനലിൽ ഇരുന്ന് വായിക്കാൻ കൊള്ളാത്തത്ര വൃത്തികെട്ട ഒരു ആക്ട് ചെയ്ത ഹിസ്റ്ററി ഉള്ള ഒരാൾ. അയാൾ പിന്നീട് ചെയ്തത് ഒരു നടിയോട് ഇത് തന്നെ ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ കേട്ട വേറൊരു ശബ്ദരേഖ, KSRTCയുടെ തൃശൂർ ഡിപ്പോയിൽ ഒരു വണ്ടി മാറ്റിയിടുന്നതുമായി അയാളുടെ ഒരു സഹപ്രവർത്തകൻ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ശബ്ദശകലവും ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അയാളുടെ സമാനത എന്ന് പറയുന്നത് സ്ത്രീകളോട് ഈ തരത്തിൽ മോശമായി പെരുമാറുക, അതുപോലെ തന്നെ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആയിട്ട് വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് ഒരു സ്ഥിരം സ്വഭാവമാക്കി മാറ്റിയിട്ടുള്ള ഒരു കുറ്റവാളി. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും കുറ്റകൃത്യത്തിലുള്ള വാസനകൾ. ഇപ്പൊ മോഷ്ടാവ്, ചില മോഷ്ടാക്കൾ വീട്ടിൽ കയറി പാചകം ചെയ്ത് കഴിച്ചിട്ടായിരിക്കും അവിടെ മോഷണം നടത്തുന്നത്. ചില മോഷ്ടാക്കൾ വീടിന്റെ പുറകിലത്തെ ഡോർ മാത്രം പൊളിച്ചേ അവരകത്ത് കയറും. ഈ തരത്തിലുള്ള സമാനതകൾ പരിശോധിച്ചുകൊണ്ടാണ് പലപ്പോഴും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനും അതോടൊപ്പം തന്നെ ക്രിമിനൽ കൺവിക്ഷനുകളും നമ്മുടെ നാട്ടിലെന്നല്ല ലോകമാകമാനമുള്ള ജൂറിസ്പ്രൂഡൻസിലുള്ളത്. പിന്നീട് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ഈ കേസിലെ മേയർ ലഹരി ഉപയോഗിച്ചു എന്നുള്ള ഒരു ആരോപണം ഈ ഡ്രൈവർക്കെതിരെ ആദ്യം ഉയർത്തി. എന്നാൽ അത് ഡോക്ടർ പരിശോധിച്ചപ്പോൾ അദ്ദേഹം ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തിയില്ല. അതുകൊണ്ട് മേയർ പറഞ്ഞതെല്ലാം തന്നെ കളവാണ് എന്നുള്ള വളരെ ഫ്ലിംസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കാരണം ലഹരി ഉപയോഗിച്ചതായി മേയർക്ക് അപ്പോൾ തോന്നി. അത് നമ്മളെല്ലാവരും, അദ്ദേഹം ഈ ഡിജിറ്റൽ എവിഡൻസിനെയാണല്ലോ അദ്ദേഹം റിലേ ചെയ്യുന്നത്. ആ ഡിജിറ്റൽ എവിഡൻസിൽ അദ്ദേഹം ഒരു കവറെടുത്ത് കളയുന്നത് കേരളത്തിലെ ലോകത്തിലെ എല്ലാ ആളുകളും ഡിജിറ്റൽ എവിഡൻസിൽ കണ്ടു. അത് കണ്ട ഇതിനകത്തെ വിക്ടിമായിട്ടുള്ള മേയർക്ക് തോന്നി അത് ഒരു ലഹരി ഉപയോഗിച്ചതിന് ശേഷം കവർ എടുത്ത് പുറത്തേക്ക് കളയുകയാണ്. അപ്പോഴത്തെ അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും മേയർക്ക് അങ്ങനെ ഒരു ന്യായമായ സംശയമുണ്ടായി. ആ സംശയം അവർ പൊതുസമൂഹത്തിനോട് പറഞ്ഞു, പോലീസിനോട് പറഞ്ഞു. പരിശോധിച്ചപ്പോൾ ലഹരിയില്ല എന്നുള്ളത് കൊണ്ട് അയാൾ കാണിച്ച ലൈംഗിക ചേഷ്ടകൾ ഇല്ലാതാകുന്നുണ്ടോ? ലഹരി ഇല്ല എന്നുള്ളത് കൊണ്ട് അയാൾ നടത്തിയ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് ഇല്ലാതാകുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിൽ KSRTC വിജിലൻസ് ഇപ്പോൾ പരിശോധന നടത്തുമ്പോൾ 3 ഡ്രൈവർമാരെ ലഹരിക്കടിമയായി പിടിച്ചപ്പോൾ 15 പേർ ലീവ് എടുക്കുന്ന ഡിപ്പോയുള്ള നാടാണ് നമ്മുടേത്. ആ നാട്ടിലാണ് മേയർ ആ തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ അയാൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല. അയാൾ ലഹരി ഉപയോഗിക്കാതെ തന്നെ ആ തരത്തിൽ നികൃഷ്ടമായ ഒരു ആംഗ്യം 2 സ്ത്രീകൾക്ക് നേരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ ക്രിമിനലുകളുടെ പട്ടികയിൽ തന്നെ വരുന്നയാളാണ് എന്നുള്ളത് വേണം നമ്മൾ പരിശോധിക്കേണ്ടത്. 3, അദ്ദേഹം പറഞ്ഞ വിഷയം ഡിജിറ്റൽ എവിഡൻസിനെ സംബന്ധിച്ചതാണ്.
ഡിജിറ്റൽ എവിഡൻസ് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടില്ലേ, മേയറോടൊപ്പമുള്ള ബന്ധുവായ സ്ത്രീയും ആവർത്തിച്ച് ഈ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ആംഗ്യമാണ് കാണിച്ചത്, എന്ത് വൃത്തികെട്ട ആംഗ്യമാണ് നിങ്ങൾ കാണിച്ചത് എന്ന് ആവർത്തിച്ച് മേയറും അതോടൊപ്പം അവരുടെ ബന്ധുവായിട്ടുള്ള സ്ത്രീയും ഈ ഡ്രൈവറോട് ചോദിക്കുന്നതിന്റെ ഡിജിറ്റൽ എവിഡൻസ് ഞാൻ കണ്ടു. എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ പൊളിറ്റിക്കലൈസ് ചെയ്ത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കാണുന്നത് എന്ന് എനിക്ക് പ്രജി, ഞാൻ വരാം. എന്തായാലും ഇത്രയൊക്കെ മതി. ഒരു സാധാരണ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കെതിരായി ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാനും പരാതി പറയാനും ഒക്കെ ഇത്രയൊക്കെ മതി. പക്ഷേ അത് ആര്യ രാജേന്ദ്രനാകുമ്പോൾ, റോഷ്ന ആൻഡ് റോയ് ആകുമ്പോൾ ഒക്കെ ചിലർക്കൊക്കെ കൂടുതൽ തെളിവുകൾ, ഇനി ആ ആംഗ്യം എന്താണെന്നും കൂടി കണ്ടാലേ പറ്റുള്ളൂ. ആംഗ്യം കാണിച്ചു എന്ന് ചോദിച്ചാൽ പോരാ, ആ ഡിജിറ്റൽ തെളിവ് പോരാ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ഈ നാട്ടിൽ? ഞാൻ വരാം. അഡ്വക്കേറ്റ് പി എ പ്രജി, ഇപ്പോൾ റോഷ്ന ആൻഡ് റോയ് കൂടി ചേർന്നു. റോഷ്ന, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. താങ്കൾ ഒരു പരാതിക്കാരി കൂടിയാണല്ലോ. ഈ വിഷയത്തിൽ ഇപ്പോൾ റോഷ്നയുടെ പോസ്റ്റ് കൂടി വന്നപ്പോഴാണ് മേയർ പറഞ്ഞതിൽ ഉള്ള പരാതിയുടെ പ്രാധാന്യം കൂടി, അതിൽ രാഷ്ട്രീയമാണല്ലോ മറ്റു പലരൊക്കെ കണ്ടത്, പക്ഷേ അതിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് എന്ന് പല നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകൾക്ക് കൂടി ഇപ്പോൾ അത് ശ്രദ്ധിക്കാൻ തോന്നുന്നത് താങ്കളുടെ ഒരു പോസ്റ്റ് കൂടി വന്ന സ്ഥിതിക്കാണ്. ശരിക്കും റോഷ്നയ്ക്ക് ആ പരാതിയുമായി അന്നത്തെ ദിവസം, കഴിഞ്ഞ ജൂൺ 19 ആണെന്ന് തോന്നുന്നു, ആ ദിവസം മുതൽ ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഒരു ശക്തിക്കുറവുള്ളതുപോലെ ആണ് തോന്നുന്നത്. കാരണം ഇപ്പോഴാണല്ലോ ആ പോസ്റ്റ് വീണ്ടും വരുന്നത്. ആ പരാതി അന്ന് വല്ലാതെ പ്രസ് ചെയ്തതായി കണ്ടില്ലല്ലോ. അപ്പോൾ അത് അന്ന് യദു എന്ന ഡ്രൈവറുടെ അന്നത്തെ ദിവസത്തെ താങ്കളുടെ മുമ്പിലെ പ്രകടനം, പെരുമാറ്റം, അതുകൊണ്ടാണോ റോഷ്ന താങ്കൾക്ക് ആ പരാതിയിൽ അങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കാൻ തോന്നാതെ പോയത്? ഞാൻ സാർ ചോദിച്ചതിൻ്റെ തുടക്കമേ ആര്യ രാജേന്ദ്രൻ എന്നുള്ള അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അത് ഞാനൊന്ന് മാറ്റി നിർത്തുകയാണ്. ഇത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, മേയറോട് അങ്ങനെ സംസാരിച്ചോ അതൊന്നും എൻ്റെ ഒരു മാറ്ററേ അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഉണ്ടായ വ്യക്തിപരമായിട്ട്, എനിക്ക് പേഴ്സണലി എനിക്ക് അദ്ദേഹത്തിൽ നിന്നുണ്ടായ ഒരു മോശം കാര്യം, അത് വളരെ ക്ലിയറായിട്ട് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അധികാരികളിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് അത് എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ ഇപ്പോൾ സൈബർ ബുള്ളിയിങ്, അങ്ങനെ ഒത്തിരി രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാനിപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ നല്ല രീതിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം തന്നെയാണ് ഈ പോസ്റ്റ് എന്നെ ഇപ്പോൾ ഇടാൻ എനിക്ക് മനസ്സിൽ തോന്നാനുള്ളത്. ആ ഒരു ഇത് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല, മാഞ്ഞു പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുഖമാണ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആയത്. അതായത് മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ കാണുകയുണ്ടായി. ഫോട്ടോ കണ്ടപ്പോൾ ഇപ്പോൾ തന്നെയാണ് റോഷ്ന പറയുന്നതനുസരിച്ച് ഈ മുഖം കാണുക, ചില സിനിമകളിലൊക്കെ കാണുന്ന ചില സൈക്കോളജിക്കലായിട്ടുള്ള ചില ഡിസ്കഷൻസിലൊക്കെ കാണുന്നത് പോലെ ചില മുഖങ്ങൾ ചില ആളുകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ട്രോമ പോലെ അതിങ്ങനെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ടാവും. അതാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ, അതാണോ? അതെ, മനസ്സിലുണ്ട്. അതായത് നമുക്ക് ഇതുവരേക്കും ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്തു തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ 4 വർഷത്തിനിടയ്ക്ക് ഇദ്ദേഹം പറഞ്ഞ പോലെ ആരും പെരുമാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകത്തില്ല. ഇദ്ദേഹത്തിന് ഓർമ്മയില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഇദ്ദേഹം ഓർക്കാത്തത്, ഇദ്ദേഹത്തിന് ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡൻസ് മേ ബി ഉണ്ടാവുമായിരിക്കും. അപ്പം അതിലെ ഒരാളായിരിക്കും ഞാൻ. ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. ഇന്ന് മുതൽ പുള്ളി ഓർക്കുന്നുണ്ടാവും. ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത് ഇന്നും. കയർക്കട്ടെ സാർ, അതായിരിക്കും പുള്ളി ഇപ്പൊ ഈ മാധ്യമങ്ങളോട് കയർക്കുന്ന അതിനൊക്കെ എന്താണ് ഞാൻ പറയേണ്ടത്? ഞാൻ ഇന്നലെ പുള്ളിയുമായിട്ട് കോൺഫറൻസ് കോളിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തമ്മിലാണ് സംസാരിച്ചത്. ഞാൻ ചോദിച്ചു, ഈ വണ്ടി ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ എന്നെ ഓർമ്മയുണ്ടോ, ഇതൊക്കെ ഞാൻ ചോദിച്ചതാണ്. അദ്ദേഹം എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല, എനിക്കിപ്പോൾ ഇത് സംസാരിക്കാൻ താല്പര്യമില്ല, ഇങ്ങനെയൊക്കെയാണ് മറുപടികൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പുള്ളിയോട് എന്ത് പറയാനാണ്? അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഓർമ്മയില്ല.
അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും വ്യക്തമല്ല, ഇതിന് ഓർമ്മയില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാണ്, അങ്ങനെയൊക്കെയാണ് മറുപടികൾ. സോ അതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു മറുപടി അല്ലല്ലോ സാർ. താങ്കൾക്കും അത് കേൾക്കുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ കുത്തിപ്പൊക്കി എന്ന് പറയുന്നു, അന്ന് ഞാൻ പറഞ്ഞാലും ഇത് ഒന്നും ആരും അറിയാൻ പോകുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഹോണടിച്ചൊരു വിഷയമായിട്ടേ ഇത് പുറത്തോട്ട് വരാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ പുറത്തോട്ട് വരണം എന്ന് തന്നെ ഇല്ല. ഒരു സ്റ്റേഷനിൽ പോയി ഒരു പെറ്റീഷൻ കൊടുക്കുന്നു. KSRTCക്ക് എതിരെ നമ്മളൊരു പെറ്റീഷൻ കൊടുത്താൽ അതിന് കിട്ടുന്ന മറുപടി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സർ. നമുക്ക് എന്താണ് അതിൽ പ്രത്യേകിച്ചൊരു, ഇപ്പോഴും ഞാൻ കേസ് നിങ്ങളെന്താ അന്ന് കൊടുത്തില്ല, ഇപ്പോഴും ഞാൻ കേസ് കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴും ഞാൻ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് റോഷ്ന ഇപ്പോ ഈ കാര്യത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുറെ കാര്യങ്ങളായിരിക്കാം ഉണ്ടാകുന്നത്. അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് ഉള്ളത് വീണ്ടും വീണ്ടും ഓർക്കാനൊക്കെ ചിലപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അത്രമാത്രം നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിച്ച പല കാര്യങ്ങളായിരിക്കാം. അങ്ങനെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി ഇപ്പോൾ പ്രേക്ഷകർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അവർക്ക് മനസ്സിലാണല്ലോ, അവരെല്ലാവരും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നാണല്ലോ, ആരെയും റോഷ്നയും ഒന്നും പറയുന്നതിലൊന്നും ഒരു കാര്യമില്ലെന്നൊക്കെയാണല്ലോ. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചതെന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ? അതെ 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 അല്ല, എനിക്കങ്ങനെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത വിഷയമൊന്നുമില്ല. ഞാൻ അങ്ങനെ അത്ര അധപതിച്ച രീതിയിലൊന്നും ഞാൻ പരാമർശങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അമിത വേഗത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു അത്. അതായത് അത്രയും റോഡ് പണി നടക്കുന്ന ഒരു സ്ഥലത്ത് ആംബുലൻസൊക്കെ നമ്മൾ അത്രയും എമർജൻസി ആയിട്ട് പോകുന്ന പോലെയായിരുന്നു ആ വാഹനം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എനിക്ക് ആ കൺട്രോൾ കിട്ടില്ല. കാരണം സൈഡിലൊക്കെ റിബൺസ് ഒക്കെ കെട്ടി റെഡിൻ്റെ സിമ്പിൾസ് ഒക്കെ വെച്ച് പതുക്കെ പോവുക എന്നുള്ള വാർണിംഗ് സിഗ്നൽസ് ഒക്കെ വെച്ചിട്ടാണ് ആ റോഡ് ഉണ്ടായിരുന്നത്. അപ്പം ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് സൈഡ് കൊടുക്കാനുള്ളൊരു സ്പേസ്, നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല സാർ. നമ്മൾ സാധാരണ റോഡിൽ കൂടെ പോകുമ്പോൾ ഇതുപോലെ പലരും ഹോൺ അടിക്കാറുണ്ട്. നമുക്ക് സൈഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് സൈഡ് കൊടുക്കാറുണ്ട്, നമുക്ക് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹം വളരെ നമ്മളെ തട്ടില്ല എന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലൊക്കെ വണ്ടി ഓടിച്ച് ഓവർടേക്ക് ചെയ്ത് കയറുകയാണ് ചെയ്തത്. അപ്പോഴാണ് എനിക്കും വാശിയായിട്ട് ഞാൻ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ബാക്കിലേക്ക് ഞാൻ എത്തിയപ്പോൾ ഞാൻ ഒരു 2-3 ഹോൺ അടിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ പുള്ളി അത്രയും ട്രാഫിക് ഉള്ളതിൻ്റെ ഇടയിൽ ഈ പണി നടക്കുന്ന റോഡിൻ്റെ നടുവിൽ തന്നെ വണ്ടി നിർത്തുകയും ഇറങ്ങി വന്നിട്ട് എന്താടി എന്നും പറഞ്ഞിട്ട് തുടങ്ങി. എന്താടി ഷോ, അങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ, മനസ്സിലായ? അപ്പോൾ അതിൽ നിന്ന് തന്നെ പുള്ളിയുടെ ഒരു ബിഹേവിയർ നമുക്ക് ഭയങ്കരമായിട്ട് എനിക്കിപ്പോൾ ഒന്നും പറയാം. കാരണം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ ഇവർ വണ്ടി നിർത്തുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയും തിരക്കിട്ട് പോകുന്ന ഒരു KSRTC ഇത്രയും യാത്രക്കാരുമായിട്ട് മുന്നോട്ട് പോകുന്നു. അയാളുടെ ഉത്തരവാദിത്തമാണ് യാത്രക്കാരെ അവിടെ എത്തിക്കുക എന്നുള്ളത്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ പോലും KSRTC യാത്രക്കാരെ മറ്റൊരു വണ്ടിയിൽ കയറ്റി എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം, ശരിയല്ലേ? അവരുടെ ഉത്തരവാദിത്തമാണത്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, അവരവിടെ എൻ്റെ ഒരു ഹോണടിക്ക് വേണ്ടി എന്നെയായിട്ട് വഴക്കിടാൻ വേണ്ടി അവിടെ വണ്ടി എന്നെ ബ്ലോക്ക് ചെയ്തു എന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിരിക്കുകയാണല്ലോ, ബ്ലോക്ക് ചെയ്ത് ഇറങ്ങി വന്നു. ഇതുപോലെ തന്നെ ഇങ്ങനെ എന്താടി എന്നും പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ പെട്ടെന്ന് ഞാൻ ഷോക്കായിപ്പോയി. ഇദ്ദേഹം ഇറങ്ങി വരുന്നത് നമുക്കറിയത്തില്ല, ആളുകൾക്കും ഇറങ്ങി വരാൻ പറ്റത്തില്ല. കാരണം അത്രയും കൺജസ്റ്റഡ് ആയിട്ട് 2 വണ്ടികൾ മാത്രമേ പോകുന്ന ഒരു വഴിയിൽ പെട്ടെന്ന് അത്രയും ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ഒന്നും ആളുകൾക്കൊന്നും ഇറങ്ങി വന്നത് അയാളിപ്പോൾ പെട്ടെന്ന് അത് കൃത്യമാണ്. റോഷ്ന പറഞ്ഞിട്ടുണ്ട്, ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് റോക്കി ബൈ സ്റ്റൈലിൽ വന്ന് ഇറങ്ങി നിന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ഷോക്കിൽ എന്താടി എന്നൊക്കെ റോഷ്നെ പോലെ ഒരാളെടുത്ത് മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഒരു അപരിചിതൻ വിളിക്കുക, ഡ്രൈവർ ഇങ്ങനെ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഷോക്കാവും തീർച്ചയായിട്ടും. ആരാണെങ്കിലും പിന്നെ അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായി പോവും. ആ ഷോക്കിൽ മുന്നോട്ട് പോകുന്നു. കുറേ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ MVD നിൽക്കുന്നു, അങ്ങനെയല്ലേ? MVD ഇങ്ങനെ ഭയങ്കര സ്ലോ ആക്കി ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ നിർത്താൻ പോകുമായിരുന്നേ. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങ് ചെല്ലുന്നത്. അപ്പോൾ ഞാനത് MVD അവിടെ സൈഡാക്കുന്ന വേറെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യാനും ടൈം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ MVD അത് സൈഡാക്കുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ വണ്ടി അവരുടെ കൂടെ അവർ വണ്ടി ഇട്ട് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് ചെയ്തത്, ഇങ്ങനെ ഒരു KSRTC വരുന്നുണ്ട്, അതായത് എൻ്റെ ബാക്കിലായിരുന്നു, അപ്പം വരുന്നുണ്ട്, ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ വണ്ടി വരുമ്പോൾ നമ്മൾ കൈ ചൂണ്ടി ഇങ്ങനെ കാണിക്കുന്ന ഈ ഡ്രൈവർക്ക് കാണാം നമ്മൾ സംസാരിക്കുന്നത് MVDയോട്. അപ്പം കൈ ചൂണ്ടി കാണിക്കുന്നത് കണ്ടിട്ടും ഇയാൾക്ക് പോയാൽ മതി, ആരും ഇയാളെ തടസ്സപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കൈ കാണിച്ചിട്ടില്ല, MVD കൈ കാണിച്ചിട്ടില്ല. ഇദ്ദേഹം എന്തിനാണ് അപ്പോഴും പിന്നെ ഇറങ്ങി വന്നു, വണ്ടി എല്ലാം അവിടെ സൈഡാക്കി ഇറങ്ങി വന്ന് ഇവരങ്ങനെ ഹോണടിച്ചു, ഇവരിങ്ങനെ അങ്ങനെയുള്ള തർക്കങ്ങളിലേക്ക് പോയി. അപ്പോൾ 2-3 യാത്രക്കാർ, അവർക്കും യാത്ര ചെയ്യണം, അവർക്കും ക്ഷമ കെട്ട് കഴിയുമ്പോൾ അവർ പറയും, ഇത് സാറേ, അവർക്ക് അറിയില്ലല്ലോ ഇയാൾ ഇങ്ങനെയാണ് സംസാരിച്ചെന്നുള്ള അവർക്കറിയില്ല.
അവർ പറഞ്ഞു സാറേ അവരും ഹോൺ അടിച്ചു ഇയാളും ഹോൺ അടിച്ചു, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, MVD എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടാം, പ്രശ്നമില്ല എന്നുള്ള രീതിക്ക്. പക്ഷെ ഞാൻ ഏതോ ഒരു നാട്ടിൽ വന്നിട്ട് എനിക്ക് അറിയ പോലുമില്ല ആ സ്ഥലം. എനിക്കൊരു ബോട്ടിക് സ്റ്റോറിൻ്റെ ഉദ്ഘാടനം, എനിക്കൊരു ഷോപ്പുണ്ട് ഇപ്പോൾ, ഞാൻ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആ തിരക്കിപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി എനിക്ക് ഒരു അറിവില്ല. എൻ്റെ കൂടെ ആരെങ്കിലും വേറെ, ഇപ്പം എൻ്റെ ഒരു സഹോദരനുണ്ടായിരുന്നു. അപ്പം MVDയെ കണ്ട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിലോട്ട് പോവാം എന്നുള്ളതാണ്. എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലമായിരുന്നു. ആൻഡ് ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടന സംബന്ധമായിട്ട് ഞാൻ എറണാകുളത്തേക്ക് യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു സാവകാശവും ഇല്ല, സമയവും ഇല്ല. ആൻഡ് നമുക്കറിയാം KSRTC ബസ്സുകൾക്കെതിരെയൊക്കെ നമ്മൾ എന്ത് സംസാരിച്ചാലും എത്ര കേസുകൾക്ക് നമുക്ക് പ്രതിവിധി ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വീണ്ടും റോഷ്ന ആ KSRTC ബസ്സിന്റെ പേരിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാവില്ല എന്നുള്ളതിലേക്കാണ് വീണ്ടും എത്തുന്നത്. നിരാശയുടെ പുറത്താണ്. ഇതിപ്പോ മേയർക്കെതിരെ കൂടി വന്ന വെർഷൻ കണ്ടല്ലോ. മേയർ പരാതി പറഞ്ഞിട്ട് പോലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് റോഷ്ന കാണുന്നുണ്ടല്ലോ. അത് റോഷ്നയുടെ പരാതിയുടെ പുറത്തും അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊരു പൊതുധാരണയുടെ പുറത്താണോ? എന്താണ് റോഷ്ന അങ്ങനെ ഒരു ഇംപ്രഷൻ വരാൻ കാരണം? അതെ സർ, ഞാൻ പറയുകയാണെങ്കിൽ മേയറുടെ വിഷയം, ഞാൻ വാർത്തകൾ അധികം ശ്രദ്ധിക്കാത്ത ഒരാളാണ്. മേയറുടെ വിഷയം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ചെയ്തത്. കാരണം ഞാനിത് അറിഞ്ഞിട്ട് പോലുമില്ല ഇത് എന്ന് നടന്നു എന്നോ മേയർ അതിന് നടപടി എടുത്തെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഈ വിഷയവുമായിട്ട് ഞാൻ ഈ പോസ്റ്റ് കൈകാര്യം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത്. ഇത് ഇങ്ങനെ സംഭവിച്ചു, ഇന്നതുപോലെയാണ്. ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റ ദൂഷ്യം നമുക്ക് വ്യക്തമാണ്. ഇയാളുടെ സംസാര രീതികൾ ആ ഒരു എന്താ പറയുക, മറ്റുള്ളവരോട് ബഹുമാനമില്ലാതെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എല്ലാവരോടും ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഇനി മേയർ ചെയ്തതിനെ ന്യായീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇയാൾ ചെയ്തതിനെ ഒന്നിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി വളരെ മോശമാണ്. അത് സ്ത്രീ എന്നല്ല, ചിലപ്പോൾ പുരുഷന്മാർക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ആരോടും അങ്ങനെ പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ത്രീ എന്നുള്ള പരിഗണനയൊന്നും തരണ്ട. കാരണം നാളെ ഇതൊരു പുരുഷന് സംഭവിച്ചാലും തെറ്റുകൾ തന്നെയാണ്. അത് അംഗീകരിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ. കാരണം അത് എനിക്ക് പറ്റിയൊരു തെറ്റാണെങ്കിൽ ഞാനിത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഞാനൊരു തെറ്റുകാരിയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് എനിക്കെതിരെ വന്നാൽ ഓക്കെ ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറയാൻ തയ്യാറാവണം. അദ്ദേഹം ഇപ്പോഴും ഇന്ന് ഈ കറക്റ്റായിട്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സമയം, അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്ന തീയതി എല്ലാം കൃത്യമായിട്ട് വന്നിട്ട് പോലും ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഒരുപാട് പാർട്ടി രീതിയിലോട്ടൊക്കെ അതങ്ങ് പോയി അത് വേറെ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നു. ഇദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ തട്ടിക്കയറുന്നു. ഇതിൽ നിന്ന് എനിക്ക് എന്ത് നീതി കിട്ടും എന്നാണ്, ഞാൻ പരാതി കൊടുത്താലും എന്ത് നീതി കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. യെസ്, ഞാൻ വരാം ഞാൻ റോഷ്നയിലേക്ക് വരാം. നമുക്ക് അതിഥികൾ കൂടി ഉണ്ടല്ലോ, മറ്റുള്ള അതിഥികൾ കൂടി ഉണ്ടല്ലോ, അവരോടും കൂടി ഞാൻ ചോദിച്ചിട്ട് ഞാൻ റോഷ്നയിലേക്ക് തിരിച്ചെത്താം. VK സനോജ്, ഇപ്പോൾ റോഷ്ന പറയുന്നത് കേട്ടല്ലോ. ആര്യ രാജേന്ദ്രൻ്റെ പരാതി പോയപ്പോൾ സമൂഹം എങ്ങനെയാണ് ചർച്ച ചെയ്തതെന്നുള്ളത് സ്ത്രീകൾക്ക് പേടിയുണ്ടാക്കുന്ന രീതിയിലാണ്. റോഷ്നയ്ക്ക് പേടിയാണ്, പിന്നെയും ഇപ്പോഴും ആ പേടി മാറുന്നില്ല. KSRTCയിൽ നിന്ന് നീതി കിട്ടുമോ, മാധ്യമങ്ങളിൽ നിന്ന് നീതി കിട്ടുമോ? റോഷ്നയ്ക്ക് അത് സംശയമുണ്ട്. അല്ല, യദുവിനെ കുറിച്ച് ഇപ്പോൾ ഈ സ്വതന്ത്ര നിരീക്ഷകനായിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലൊന്ന് അന്വേഷിക്കണം. ഈ സ്വതന്ത്ര നിരീക്ഷകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി അദ്ദേഹം ഉന്നയിച്ചത് യദുവിൻ്റെ പേരിൽ വളരെ പെട്ടെന്ന് FIR ഇട്ടു, അതേസമയത്ത് ആര്യയുടെ പേരിൽ FIR ഇട്ടിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് ആദ്യത്തെ പരാതി കൊടുത്തത്? ഈ സംഭവത്തിനൊക്കെ അടിസ്ഥാനം എന്താണ്? അപ്പോൾ ആര്യ കൊടുത്ത പരാതി എനിക്ക് എന്തെങ്കിലും തരത്തിൽ എൻ്റെ വാഹനത്തിന് സൈഡ് തന്നിട്ടില്ല എന്നുള്ള പരാതിയല്ല കൊടുത്തത്. ആര്യ കൊടുത്ത പരാതിയിൽ വളരെ കൃത്യമായിട്ട് ഈ യദു എന്ന് പറയുന്ന ഡ്രൈവർ കാണിച്ച ലൈംഗിക ചേഷ്ട സംബന്ധിച്ച്, സ്ത്രീകളോട് മോശമായി പെരുമാറിയത് സംബന്ധിച്ചാണ്. അപ്പോൾ ഈ സ്വതന്ത്ര നിരീക്ഷകൻ കുറച്ചുകൂടി നിയമത്തിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പെരുമാറ്റം ആരോട് നടത്തിക്കഴിഞ്ഞാലും
ഏത് വനിതയാണോ പരാതി ഉന്നയിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്ത് തന്നെയാണ് പോലീസ് ആദ്യം ആ കാര്യങ്ങൾ കേൾക്കുകയും കേസെടുക്കുകയും ചെയ്യുക. അല്ലാതെ പരാതി കൊടുത്ത ആളിൻ്റെ പേരിൽ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം ആ പരാതി സ്വീകരിച്ച് ഇയാളുടെ പേരിൽ കേസെടുക്കണോ ചെയ്യുക? അപ്പൊ ഇതൊക്കെ വി കെ സനോജ് തെറ്റിദ്ധരിക്കേണ്ട, സ്വതന്ത്ര നിരീക്ഷകനല്ല, വലതുപക്ഷ സഹയാത്രികനാണ്. വലതാണോ ഇടതാണോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. മിഥുൻ വിജയകുമാർ സനോജിനോട് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യം. ഇല്ല, ഞാൻ വരാം മിഥുൻ, ഞാൻ വി കെ സനോജിനെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അല്ല ഞാൻ പറയട്ടെ അല്ല നിരീക്ഷകൻ അല്ലല്ല ഞാൻ പറയട്ടെ, സ്വതന്ത്ര നിരീക്ഷകനോ വലതുപക്ഷ നിരീക്ഷകനോ ഇപ്പോ യദു ഫാൻസിന്റെ പ്രസിഡന്റോ യദു ഫാൻസിന്റെ ഭാരവാഹിയോ ആരായി കഴിഞ്ഞാലും പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് കൃത്യമായിട്ടും ഈ പ്രതിയെ സംബന്ധിച്ച് കൃത്യമായ ക്രൈം നമ്പറും അതുമായി ബന്ധപ്പെട്ട പരാതികളും നേരത്തെ തന്നെ ഉണ്ട്. പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഗൗരവമായ പരാതിയായിട്ട് തന്നെയാണ് പോലീസ് കൈകാര്യം ചെയ്തത്. പോലീസ് പിന്നെന്താ നിങ്ങളെന്താ ധരിക്കുന്നത്? പോലീസ് അവിടെ എത്തിയിട്ട് കേസെടുക്കേണ്ടതാണോ? എന്താണ് ഈ പറയുന്നത്? ഈ മേയർ പറയുന്ന കാര്യം കളവാണ് എന്ന് സ്ഥാപിക്കണോ? മേയർ പറയുന്ന കാര്യം കളവാണ് എന്നാണ് പറയേണ്ടത്? അല്ലല്ല, നിങ്ങൾ പറയുമ്പോ നിങ്ങൾ പറയുമ്പോ ഞാൻ കയറി പറഞ്ഞിട്ടില്ല. നിങ്ങൾ അസഹിഷ്ണുത കാണിക്കണ്ട. നിങ്ങളുടെ വാദങ്ങൾ ജനങ്ങൾ നിങ്ങളുടെ അല്ലല്ല തെളിയിച്ചോളും. നിങ്ങൾ പറയണ്ട, എൻ്റെ അവസരമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ നിരീക്ഷക വേഷം കെട്ടിയിട്ട് യദു ഫാൻസ് അസോസിയേഷൻ്റെ ആളുകളായിട്ട് കുറേ ആളുകൾ ഇപ്പോൾ ചാനലിൽ വന്ന് തുള്ളുന്നുണ്ട്. അവരൊക്കെ അവരുടേതായ നേട്ടങ്ങളും അവർക്ക് അവരുടേതായ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഇവിടെ വന്ന് പറയുകയാണ് എന്തുകൊണ്ട് യദുവിൻ്റെ പേരിൽ പെട്ടെന്ന് FIR ഇട്ടു എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമല്ലേ ഉന്നയിക്കുന്നത്? എന്താ ഇവിടുത്തെ പ്രശ്നം? യദു മോശം ആംഗ്യം കാണിച്ചു, ലൈംഗിക ചേഷ്ട കാണിച്ചു, ഒരു സ്ത്രീ പരാതി കൊടുത്തത് ആര്യ ആയതുകൊണ്ട് ആര്യയുടെ കൂടെ നിൽക്കില്ല എന്ന് പറയുന്നതിന് രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതേസമയം ഇതേപോലെയുള്ള പരാതികൾ നേരത്തെ ഉയർന്നു വന്നപ്പോൾ നേരത്തെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വനിത അവരുടെ ഇരുചക്ര വാഹനം എടുത്തിട്ട് ഒരു KSRTC ബസ്സിൻ്റെ മുന്നിൽ വന്ന് ക്രോസ് ചെയ്തിട്ടു. അപ്പോൾ ആ വനിതയെക്കുറിച്ച് മലയാള മനോരമയിലും മാതൃഭൂമിയിലും പ്രധാനപ്പെട്ട ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത ധീരവനിത എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. ആര്യ ധീരവനിത ആവില്ല, പക്ഷേ വേറൊരാളാണെങ്കിൽ ധീരവനിത ആവും. ഇനിയിപ്പോൾ കുറച്ചുകൂടി നോക്കിക്കോ, ഇനിയിപ്പോൾ ആര്യയ്ക്ക് പകരം വേറൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ KSRTCക്കെതിരായിട്ടുള്ള ചർച്ചയായിട്ട് ഇത് വരുമായിരുന്നു. എങ്ങനെയാ വരിക? ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ചർച്ച. ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് KSRTC ഡ്രൈവർമാർ ധിക്കാരം കാണിക്കുന്നു, സാധാരണ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്ന രൂപത്തിൽ ചർച്ച കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇതങ്ങനെ ഉണ്ടാകുന്നില്ല. ഇവിടെ പരാതി കൊടുത്തയാൾ തന്നെ എന്തോ മഹാ അപരാധം ചെയ്ത ഒരാളായി ചിത്രീകരിക്കുന്നു. എന്നിട്ട് യദുവിനെ പോലെയുള്ള പെർവർട്ടുകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയില്ലാതെ കുറേ ആളുകൾ രംഗപ്രവേശം ചെയ്യുകയാണ്. ഇതൊന്നും അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഇടതുപക്ഷ വിരുദ്ധത ബാധിച്ച കുറേ ആളുകൾ പലവിധ താല്പര്യത്തിൻ്റെയും ഭാഗമായിട്ട് പല പ്രചരണം ഇവിടെ നടത്തുന്നുണ്ട്. ആ പ്രചരണത്തെ എല്ലാം അതിശക്തമായി ചെറുത്ത് പരാജയപ്പെടുത്തുകയും ചെയ്യും. ഇത് കേരളമാണ്. അങ്ങനെ നിങ്ങൾ കുറച്ചാളുകൾ ഇറങ്ങി പുറപ്പെട്ട് ഫേസ്ബുക്കിലും ഈ ചാനലിലെ നിരീക്ഷകന്മാരൊക്കെ വന്നിട്ട് എന്ത് തോന്നിയാവസം വിളിച്ചു പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു തരാൻ വേണ്ടിയിട്ട് കേരളം തയ്യാറാവുമെന്ന് കരുതേണ്ടതില്ല. അതുകൊണ്ട് ഈ സാംസ്കാരിക കേരളം ആര്യയോടൊപ്പം തന്നെയാണ്. നാളെ ഒരു പെൺകുട്ടിക്കും നമ്മുടെ ഒരു സഹോദരിക്കും ഇതുപോലെയുള്ള ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരരുത്. ആരെങ്കിലും ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ തൻ്റെ ഇടത്തോടു കൂടി താൻ ആരാടാ എന്ന് ചോദിക്കാൻ ആവശ്യമായ ധൈര്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ പെൺകുട്ടികളെ വളർത്തുന്നത്. ആ നിലയിൽ തന്നെ ആയിരിക്കണം. ഇത്തരം ചർച്ചകളൊക്കെ കൊടുക്കുന്ന സന്ദേശം എന്താണ്? നാളെ നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ ഒരു ചേഷ്ട കാണിച്ചാൽ, ഇങ്ങനെ ഒരു തലത്തിൽ പെരുമാറ്റം നടത്തിക്കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെ വീട്ടിൽ പോയിക്കോ, വിവാഹത്തിനൊന്നും നിൽക്കേണ്ട മക്കളെ എന്നല്ലേ കൊടുക്കുന്ന സന്ദേശം. അതുകൊണ്ട് രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ട് ഇമാതിരി എന്താ പറയേണ്ട ഭാഷ വേറെയാണ്. പക്ഷെ അത് ചാനൽ ചർച്ചയിൽ പ്രയോഗിക്കാൻ വേണ്ടി കഴിയില്ല. ഇതൊക്കെ ഗൗരവമായി നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. സ്വതന്ത്ര നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ജയശങ്കറിനെ പോലുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്തൊക്കെ ആഭാസത്തരമാണ് വിളിച്ചു പറഞ്ഞത്. ആരാ ഇവരൊക്കെ ഈ നിലയിലേക്ക് വളർത്തിയെടുക്കുന്നത്? ഇവിടെ കുറേ ചാനലുകൾ വന്ന് വൈകുന്നേരം കൊണ്ട് ഇരുത്തുകയാണ് കുറേ ആളുകളെ. എന്ത് തോന്നിവാസം വിളിച്ചു പറയാനുള്ള ലൈസൻസ് കൊടുക്കുകയാണ്. ഇതൊന്നും അങ്ങനെ അനുവദിച്ച് കൊടുക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമില്ല. ഏത് പാർട്ടിയാണെന്ന് നോക്കിയിട്ടല്ല സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണം നടക്കുമ്പോൾ പ്രതികരിക്കേണ്ടത്. അതാ നാളെ ആര്യ ആയി കഴിഞ്ഞാലും അത് ബിന്ദു കൃഷ്ണ ആയി കഴിഞ്ഞാലും BJPയുടെ ആളായി കഴിഞ്ഞാലും അതിനെല്ലാം ഒരേ പരിഗണന തന്നെയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളം വളരെ ഗൗരവത്തോടു കൂടി ആ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സിനിമാ താരമായിട്ടുള്ള റോഷ്ടി പറഞ്ഞല്ലോ അവർക്കുണ്ടായിട്ട് അനുഭവം സംബന്ധിച്ച്. അവർ പറഞ്ഞല്ലോ അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമുണ്ടോ? അവർക്ക് ഈ ആര്യ അറിയ പോലും ഇല്ല. ആര്യക്ക് നേരെ നടന്ന ഈ സംഭവത്തെക്കുറിച്ചുള്ള അവർക്ക് അറിയില്ല. ഈ ഡ്രൈവറുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് ഈ സിനിമാ താരത്തിന്
എനിക്ക് പരിചയമുള്ളൊരു മുഖമാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നത്. അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവം ഇവിടെ പറഞ്ഞു. അവർക്കുണ്ടായ അനുഭവം മാത്രമല്ല, വേറെയും ഒരുപാട് FIR-ഉം ക്രൈം നമ്പറൊക്കെ അവിടെ ഉണ്ട്. ഞാൻ അതാ നേരത്തെ പ്രാതൊന്നും ഇവിടെ വായിക്കാൻ വേണ്ടി കഴിയില്ല. ഇങ്ങനെ എന്തെല്ലാം ആഭാസതരം കാണിച്ച ഒരു ഞരമ്പ് രോഗമായിട്ടുള്ള ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അന്ധമായ രാഷ്ട്രീയ തിമിരം ബാധിച്ച് കുറേ ആളുകൾ ഇറങ്ങി പുറപ്പെടുകയാണ്. ഇത് കേരളീയ സമൂഹം വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു ശരി, മിഥുൻ ആ കാര്യം ഗൗരവമായിട്ട് എടുക്കണ്ടേ? ഇങ്ങനെയുള്ള യദുവിൻ്റെ ചരിത്രം നോക്കണ്ട. നേരത്തെ അഡ്വക്കേറ്റ് പ്രജി പറഞ്ഞ പോലെ ആൻറ്റിസിഡൻസ് ഒക്കെ നോക്കി തന്നെയാണ് പല പരാതികളിലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. കോടതി പോലും അത് നോക്കുന്നുണ്ട്. പക്ഷേ ഇത് അതൊന്നും പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയടിക്ക് കണ്ണടച്ചുകൊണ്ട് യദുവിൻ്റെ കൂടെ നിൽക്കുകയും സ്ത്രീകളുടെ പരാതികളെ ഇങ്ങനെ ചവറ്റുകുട്ടയിലേക്ക് നീക്കുകയും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ നാരീശക്തി ഇത്രയേ ഉള്ളോ? ഡോക്ടർ ലാൽ, എനിക്കെതിരെ സംസാരിച്ച ഇപ്പോൾ 2 വ്യക്തികളുണ്ട്. ഒന്ന് ഈ നിയമവിദഗ്ധനും പിന്നെ മറ്റൊന്ന് സനോജും. താങ്കൾക്കെതിരെ സംസാരിച്ചു എന്ന് കരുതണ്ട. പറയാനുള്ളൊരു കാര്യം, താങ്കൾ അല്ല, എനിക്കെതിരെ എന്ന സെൻസ് ഞാൻ പറഞ്ഞ പോയിന്റ്സിനെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് അതിനെ ഭയങ്കരമായി എന്തോ ഈ അഡ്വക്കേറ്റ് പ്രജി അദ്ദേഹം അക്കമിട്ട് പറയുകയാണ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വാദങ്ങളൊക്കെ അങ്ങ് പൊളിച്ചു കളഞ്ഞു എന്ന രീതിയിലാണ് അദ്ദേഹം അവിടെ വലിയ ഒരു എന്താ പറയുക വലിയ പ്രസ്താവനകളൊക്കെ നടത്തിയത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ഒരു നിയമവിദഗ്ധനാണെന്നല്ലോ ഇവിടെ എഴുതി കാണിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചോട്ടെ, ഒരാളുടെ പേരിൽ FIR ഇട്ട് കഴിഞ്ഞാൽ അതൊരു ആൻറ്റിസിഡൻ്റ് ആയിട്ട് കോടതി പോലും കണക്കിലെടുക്കുന്നില്ല. താങ്കൾക്ക് എവിടെ നിന്നാണ്? ഇയാളുടെ പേരിൽ ഡിസിപ്ലിനറി ആക്ഷൻ നടന്നിട്ടുണ്ടോ? KSRTCയുടെ ഡിസിപ്ലിനറി ആക്ഷൻ ഇല്ല. ഇയാൾക്ക് നേരെ ഒരു കോടതിയുടെ കൺവിക്ഷൻ ഇല്ല. കൺവിക്ഷനാണ് നമ്മൾ പലപ്പോഴും ഈ ആൻറ്റിസിഡൻ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. ഒരാളുടെ പേരിൽ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ, നാളെ ഡോക്ടർ ലാൽ താങ്കളുടെ പേരിലോ അല്ലെങ്കിൽ ഈ അഡ്വക്കേറ്റ് പ്രജിക്ക് നേരെയൊക്കെ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ആൻറ്റിസിഡൻ്റ് ആയി കണക്കിലാക്കണമെന്നാണ് ഇവിടുത്തെ നിയമവിദഗ്ധൻ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഞാൻ ഒരു നിയമവിദഗ്ധനൊന്നല്ല ഇതേപോലെ. പക്ഷേ ഇത്തരം മണ്ടത്തരങ്ങൾ പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഏതെങ്കിലും കോടതിയുടെ ഉത്തരവെങ്കിലും എടുത്ത് വായിക്കണം. ഞാൻ വായിച്ചുതരാം. നമ്മുടെ നാട്ടിൽ ഒരു കോടതിയുടെ കേൾക്കണം. ആന്റിസിഡൻസ് ഒരു FIR ഒരു ആന്റിസിഡന്റ് ആയി കണക്കിലെടുക്കണമെന്ന് പറഞ്ഞ എത്ര ശുദ്ധ മണ്ടത്തരമാണ്. കോടതിയുടെ വരാനുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്ക് ആ മനുഷ്യനോടുള്ളത്. താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഇത് കാണുന്ന മറ്റു നിയമവിദഗ്ധരുണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കുക. താങ്കൾക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് പറയുക. താങ്കൾക്ക് ഞാൻ കോടതിയുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു കേൾപ്പിക്കും. പരാതികളും FIR-ഉം ഒന്നും ഇതുവരെ കൺവിക്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതി അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ അയാളുടെ ഭാഗത്താണ്. താങ്കൾ ഒരു FIR ആന്റിസിഡന്റ് ആയി എടുക്കണമെന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു കൺവിക്ഷനും ഇല്ല, FIR ഉണ്ട് എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം വാദിക്കാൻ പോകുന്നത്. എത്ര ശുദ്ധ തരത്തിലുള്ള ക്രിമിനൽ മിഥുൻ വിജയകുമാർ, താങ്കൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല, എന്റെ ചോദ്യം ശ്രദ്ധിക്കുന്നില്ല. പറയുന്നതാണ് നല്ലത്. ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള ഒറ്റ പെൺകുട്ടികളെ മുഴുവൻ ശല്യപ്പെടുത്തിയും ലൈംഗിക വിനീതമായ അഭ്യർത്ഥനയാണ്. ഈ കാര്യത്തിൽ നമുക്ക് ചർച്ച നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. എന്റെ ചില ചോദ്യങ്ങളുണ്ട്, ഇന്നുണ്ടായ ചില സംഭവങ്ങളുണ്ട്, അതിലേക്കാണ് ചർച്ച നയിക്കാൻ ശ്രമിച്ചത്. അത് നടക്കുന്നില്ല. റോഷ്ന, ഈ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ ഈ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത് കണ്ടിട്ട് വളരെ മോശമായി എന്ന് തോന്നുന്നുണ്ടോ? താങ്കൾക്ക് വല്ലാതെ വിഷമം തോന്നിയോ? റിപ്പോർട്ട് നൽകിയത് അന്തിമ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കും.
സത്യമായിട്ട് നമുക്ക് ഞാൻ ഇപ്പോൾ പ്രതികരിച്ചു എന്നുള്ളതാണോ അവരുടെ വിഷയം, അതോ ഞാൻ പ്രതികരിക്കാതെ മിണ്ടാതിരുന്നാലല്ല പ്രശ്നം തീരുമെന്നുള്ളതാണ്. ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതൊരു പാർട്ടി വിഷയമായിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ടോ അതങ്ങ് തീർന്നു പോയേനെന്നുള്ളതായിരിക്കും. അതായിരിക്കും അവരുടെ ഇഷ്ടമായിരിക്കും. ഇതിൽ വേറൊരു വ്യക്തി വന്നു കഴിഞ്ഞപ്പോൾ അത് CPM അനുഭാവി. ഞാൻ പണ്ടെങ്ങാണ്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു അരിവാൾ ചുറ്റിക. എനിക്ക് തോന്നുന്നു മേ ബി കൊറോണയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല സേവനത്തിൻ്റെ ആയിരിക്കും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ CPMകാരിയാന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ രാഹുൽ ഗാന്ധിക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തിൽ പറയുന്നു എന്നെ? നിങ്ങൾ എന്നെ കോൺഗ്രസിൽ പെടുത്തുമോ, എന്നെ ഈ പറഞ്ഞ പോലെ CPM എന്തിൽ എന്നെ പെടുത്തും നിങ്ങൾ? അതൊക്കെയാണ് എനിക്ക് ഞാൻ ഒരു പോസ്റ്റും ഡിലീറ്റ് ചെയ്യുന്നില്ല. അവരത് കുത്തിപ്പൊക്കിയാലും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നൊന്നുമില്ല. അതവിടെ തന്നെ ഉണ്ടാവും. കാരണം അതെൻ്റെ നിലപാടാണ്. ഇപ്പം തൃശ്ശൂർ സുരേഷ് ഗോപി എന്ന വ്യക്തിയുണ്ട്. അദ്ദേഹം സിനിമ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പാർട്ടി നോക്കിയല്ല ഞാൻ പറയുന്നത്. എനിക്കിപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടില്ല, ഞാൻ വോട്ടേ ചെയ്തിട്ടില്ല. എത്രയോ കാലങ്ങൾ ഞാൻ ഒരു കന്നി വോട്ട് ഒരു പ്രാവശ്യം ചെയ്തു. അതല്ലാതെ ഞാനൊരു വോട്ട് പോലും ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഞാൻ എന്ത് പാർട്ടി ബേസിസിൽ സംസാരിക്കും, എനിക്ക് അതിൻ്റെ ആവശ്യം. എൻ്റെ സംസാരം ഇങ്ങനെയാണ്, അതിങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച പോലെ ഒന്നുമല്ല എനിക്ക് അല്ല. റോഷ്ന ഇത്ര നിരാശയായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. റോഷ്ന ഇപ്പോൾ ഈ റോഷ്ന പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നൊക്കെ ഇപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നുണ്ട് ആളുകൾ. സാർ, അതിൻ്റെ ആ ഒരു തീയതിയോ സമയമോ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഉറപ്പമായിട്ടും ഇത് തള്ളിപ്പോവും. അദ്ദേഹം എനിക്കെതിരെ കേസിന് വരും. ഇതേപോലെ ഇപ്പോൾ മാനനഷ്ട കേസിന് വരും പുള്ളി. ഇല്ലയെന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എനിക്കെതിരെ കേസിന് വരും. പക്ഷേ ഇത് വന്നതുകൊണ്ട് ഞാനിപ്പോഴും കേസ് കൊടുത്തിട്ടില്ലല്ലോ സാർ. ഞാനിപ്പോഴും അവർക്കെതിരെ യാതൊരു കേസുകളും കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് അദ്ദേഹം ചെയ്തു എന്ന് കാരണം എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ അദ്ദേഹം പോയ റൂട്ട് അറിഞ്ഞു, അദ്ദേഹം അന്ന് ഡ്യൂട്ടിയിലുണ്ടെന്നറിഞ്ഞു. ആ റൂട്ടിലൂടെയാണ് ആ ബസ് ഓടിച്ചിരുന്നതും ഇയാളാണെന്ന് അറിഞ്ഞു. ആ സമയത്ത് ഈ ബസ് അതിലെ എന്തായാലും ഓക്കെ റോഷ്ന, അതൊക്കെ അറിഞ്ഞു. പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു വാചകമുണ്ടല്ലോ, ഇപ്പോഴത്തെ വലിയ ഡയലോഗ് അതാണ്, ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ നീതിയുടെ പൊൻകിരണം ഇപ്പോൾ കാണുന്നുണ്ടോ റോഷ്നയും ആര്യയൊക്കെ? വിഷയം ഇതിൽ കലർത്തരുത്. എൻ്റെ കാര്യം ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കും. ഞാൻ എൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ന്യായമാണ്, മനസ്സിലായോ? ഇപ്പം മേയർ ചെയ്യുമ്പോൾ അവരുടേതായ ഒരു അധികാരമുണ്ട്, അതിൻ്റെ ഇടയിൽ അവരുടെ ഒരു ന്യായമുണ്ട്. എനിക്ക് എൻ്റേതായ ഒരു വ്യക്തിത്വം, എൻ്റെ ന്യായമുണ്ട്. എൻ്റെ വഴി വളരെ ക്ലിയറാണ്. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് എല്ലാ കാര്യവും പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നും ഞാൻ ബാക്കോട്ട് പോയിട്ടില്ല. ഇദ്ദേഹത്തിനാണ് അറിയില്ല, ഓർമ്മയില്ല, എനിക്ക് സമയമില്ല, എനിക്ക് ഒരുപാട് കേസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കേസുകളൊക്കെ ഇപ്പോൾ ഒത്തുതീർപ്പാക്കുന്നതിൻ്റെ തിരക്കിലാണ് അദ്ദേഹം. അങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത്. അതൊന്നും ഒരു മറുപടിയല്ലല്ലോ. എനിക്ക് ഇയാളെ നല്ല ഓർമ്മയുണ്ട്. ഞാൻ അയാളെ മറക്കത്തുമില്ല. കാരണം എൻ്റെ ലൈഫിൽ എന്നെ ആരും അങ്ങനത്തെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിലുള്ളവരോ എന്നെ അടുത്തറിയുന്ന ആരെങ്കിലും ആയിരിക്കണം എന്നെ ചീത്ത വിളിക്കണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇറങ്ങി വന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംസാരത്തിൽ അതന്നെയാണ് അതിൻ്റെ ടാഗ് ലൈൻ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഞാൻ ഇട്ടത്. അത് കറക്റ്റായിട്ട് തന്നെ ഇന്നത്തെ കൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോഴും ആളുകൾ പറയും അവളങ്ങനെ ഇവളിങ്ങനെ, എന്നെ പറയാനേ ഉള്ളൂ. അങ്ങനെ കാണണ്ട റോഷ്ന, അങ്ങനെ കാണണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ചർച്ചയിൽ ഇരിക്കുന്ന പലരും വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും ഒക്കെ പല ബന്ധങ്ങളുള്ളവരാണ്. അവരൊക്കെ അങ്ങനെ അല്ല. റോഷ്നയെ പോലെ ഒരു വനിതയ്ക്ക് അങ്ങനെ സംഭവിക്കരുത് എന്നാണ്, ഈ സംഭവിച്ചതിൽ നീതി കിട്ടണം എന്നുള്ള കരുതുന്നവരാണ്. അങ്ങനെ കാണണ്ട റോഷ്ന. അല്ലാതെ അതങ്ങനെയാണ് സാർ. എയറിൽ കയറിയിട്ടുള്ള എല്ലാവരും ഇതുപോലെ അനാവശ്യമായിട്ട് യദുവിനേക്കാൾ മോശമായിട്ട് തെറി വിളിക്കുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നത്. അത് എങ്ങനെ എത്ര 1000 യദുമാരെ ഞാൻ ഇന്നലെ കണ്ടു, 1000 പേരെ. അപ്പം ഇതിനൊരു ന്യായമില്ലേ? ഇതിനൊരു നീതി ഒന്നുമില്ല. നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് ഫേക്ക് ആണോ എന്ന് പോലും ചെക്ക് ചെയ്യാതെ എന്തിനോ വേണ്ടി ഒരുപാട് പേര് ഒരാവശ്യം യെസ്. ഇപ്പോൾ ഈ യദുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണല്ലോ, ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ റോഷ്ന. അപ്പോൾ മാതൃകാപരമായ ഒരു ശിക്ഷ വേണ്ടേ, യദുവിന് വേണ്ടേ? തീർച്ചയായും അദ്ദേഹത്തിന് അതിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അധികൃതരോട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ പോലുള്ള ഡ്രൈവർമാരുണ്ടെങ്കിൽ തീർച്ചയായും
എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ എടുക്കണം. അവർക്ക് ഇടയ്ക്ക് അവർ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ആലോചിക്കട്ടെ എന്നാണ് ഞാൻ പറയാം. എങ്ങനെ മനുഷ്യന്മാരോട് പെരുമാറണം, എങ്ങനെ മനുഷ്യന്മാരെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് അവർ പഠിക്കണം. അവർക്ക് ഓടിക്കാം, എത്ര സ്പീഡിൽ ഓടിക്കാം, മറ്റു വണ്ടികൾ ഇതുപോലെ റാഷ് ഡ്രൈവിങ് എന്ത് വേണമെങ്കിൽ അവർക്ക് നടത്താം. പക്ഷേ ഇറങ്ങി വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുമ്പോഴത്തേനും തെറി വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിപ്പം KSRTC മാത്രം ഞാൻ പറയുന്നില്ല സാർ, അതിപ്പം പ്രൈവറ്റ് ബസ്സുകാരും. തീർച്ചയായിട്ടും അതൊരു പൊതു വികാരമാണ്. VK സനോജ്, ഇക്കാര്യത്തിൽ താങ്കളെപ്പോലുള്ള ഒരാളുടെ, ഒരു നേതാവിൻ്റെ ഒരു ഉറപ്പൊക്കെ റോഷനെ പോലുള്ള ആളുകൾക്ക് ധൈര്യം കൊടുക്കുന്നതാണ്. കാര്യങ്ങളുണ്ട്. താങ്കൾ എനിക്ക് അവസരം തന്നില്ല. ഞാൻ വരാം VK സനോജ് പറയൂ. താങ്കൾ എനിക്ക് അവസരം തന്നിട്ടില്ല. ഇവിടെ ഞാൻ തന്ന അവസരം താങ്കൾ പ്രിജിയുമായി അടികൂടി തീർക്കുകയായിരുന്നു. അല്ലല്ല, പ്രിജി എന്നെ ഇന്ററപ്റ്റ് ചെയ്യായിരുന്നു. താങ്കൾ എന്തുകൊണ്ടാണ് ആര്യ ഇത്രമാത്രം ആക്രമിക്കപ്പെടുന്നത്? ആര്യ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. ഇപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇവിടെ പെരുമ്പഴൂർ സർവീസ് ബാങ്കിൽ പണം നിക്ഷേപിച്ച തോമസ് എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തത്. ആ തോമസിൻ്റെ ആത്മഹത്യ എന്തിനായിരുന്നു എന്ന് ഈ കേരളീയ പൊതുസമൂഹത്തിൽ ഇപ്പോൾ എത്ര ആളുകൾക്കറിയാം? തോമസ് തൻ്റെ മകളുടെ കല്യാണം ലക്ഷ്യം വെച്ച് ആ ബാങ്കിൽ നിക്ഷേപിച്ച പണം കല്യാണ ആവശ്യത്തിന് തിരികെ ലഭിക്കാത്തപ്പോൾ തോമസ് ആത്മഹത്യ ചെയ്യുന്നു. ആ ബാങ്കിൻ്റെ ഭരണസമിതി ആരാണ് എന്ന് കേരളത്തിലെ ഈ യദുവിൻ്റെ വിഷയം ചർച്ച ചെയ്ത വലിയ താല്പര്യത്തിൽ യദുവിനെ മഹാനാക്കിയ ഒരു ചാനലും പുറത്തുവിട്ടിട്ടില്ല. KPCC സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരെന്താ, KM അബ്രഹാം അല്ല, SK ജയചന്ദ്രൻ. ഈ SK ജയചന്ദ്രൻ എന്ന് പറയുന്ന ആൾ KPCC സെക്രട്ടറിയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ബാങ്കിൽ നിന്ന് പണം തിരികെ നിക്ഷേപകന് കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്ത വാർത്തയോ അതുമായി ബന്ധപ്പെട്ട ബാങ്കിൻ്റെ ഭരണസമിതിയെക്കുറിച്ചുള്ള ചർച്ചയോ ഒന്നും നമ്മുടെ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ബോധപൂർവം മാധ്യമങ്ങൾ അവർക്ക് താല്പര്യമുള്ള ചില വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നു. യദുവിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ, യദുവിൻ്റെ ഭാഗത്ത് നിന്നാൽ അത് എതിർകക്ഷിയായിട്ട് ആര്യെ നിർത്താം, അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ കടന്നാക്രമിക്കാം എന്ന മനോഭാവത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ചെറിയ ഒരു വിഷയത്തെ എത്രമാത്രം പർവ്വതീകരിച്ചിട്ടാണ്, എത്രമാത്രം തെറ്റായ നിലയിലാണ് ഈ സമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശം കൊടുത്തുകൊണ്ട് ചാനലുകൾ കൈകാര്യം ചെയ്തത്, മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ അവരെപ്പോലുള്ള ആളുകളെ എന്തിനാണ് ഇതുപോലെയുള്ള ഈ നിരീക്ഷക വേഷം അണിഞ്ഞിട്ട് ചാനലുകൾ വന്നിട്ട് ആളുകൾ ന്യായീകരിക്കുന്നത്? ഇവരാരുടെ കൊട്ടേഷൻ എടുത്തിട്ട് വന്നതാണ്? ഇതെല്ലാം ലക്ഷണമൊത്ത കൊട്ടേഷൻ സംഘമാണ്. ഇതൊന്നും സ്വതന്ത്രമായിട്ട് ഇതിനെ അങ്ങ് സംരക്ഷിച്ച് കളയാം എന്ന താല്പര്യത്തിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് കനകോലുവിനെ പോലെയുള്ള പലവിധത്തിലുള്ള ഏജൻസികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ സ്വതന്ത്ര നിരീക്ഷകന്മാരെ ഇറക്കിവിട്ട് ഫേസ്ബുക്കിൽ കൂടിയും ചാനലുകളിൽ കൂടിയും നമ്മുടെ ഈ സാംസ്കാരിക അന്തരീക്ഷം തന്നെ മലിനപ്പെടുത്തുകയാണ്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ? ഇന്ന് അതുകൊണ്ടല്ലേ ഇന്നലെ വരെ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞ വലതുപക്ഷക്കാരും മറ്റു രാഷ്ട്രീയക്കാരും BJP-ക്കാരും കോൺഗ്രസ്സുകാരും ഒന്നും ഇന്ന് ചാനലിൽ പോകാത്തത് ഈ വിഷയത്തിൽ? ഇതിന് ഒറ്റ മിനിറ്റേ ഉള്ളൂ. നോക്കൂ ഡോക്ടർ ലാൽ, ഇവിടെ BJP വരുന്നുണ്ടോ മറ്റേതെങ്കിലും പാർട്ടി വരുന്നുണ്ടോ എന്നുള്ള എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല. ഞാൻ ഇവിടെ അതാണല്ലോ നിരീക്ഷിക്കേണ്ടത്. താങ്കൾ നിരീക്ഷിക്കേണ്ടത് അതുകൂടിയാണല്ലോ. ഞാൻ പറയട്ടെ, ഇനി താങ്കൾ ഇടപെടില്ല. എന്റെ ഒരു മിനിറ്റ് ഇവിടെ ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മിനിറ്റ് എനിക്ക് സമയം തരുന്നുണ്ടെങ്കിൽ ആ മാന്യത കാണിക്കുക. ഇവിടെ ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ നിയമവിദഗ്ധൻ പറഞ്ഞത് ആര്യ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ എന്നാണ്. ആര്യ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഡിജിറ്റൽ എവിഡൻസ് ആണ്. പക്ഷെ കാർ ക്രോസിട്ട് നിർത്തിയതും അവിടെ സീബ്ര ക്രോസിംഗിൽ നിർത്തിയതും ഡ്രൈവറെ ചെന്ന് ഇടപെടുന്നതും ആളുകളെ ഇറക്കി ഒന്നും അദ്ദേഹത്തിന് ഒരു വലിയ എന്താണ് നമ്മുടെ നാട്ടിലെ അമ്മമാർക്ക് സഹോദരിമാർക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതിന് ഒരു പോരാട്ടത്തിന്റെ തുടക്കമായിട്ട് അത് നമ്മുടെ നാട്ടിൽ വർദ്ധിത വീര്യത്തോടുകൂടി കൊടുക്കുവാൻ സാധിക്കില്ല. എന്നോട് ക്ഷമിക്കുക VK സനോജ്, അഡ്വക്കേറ്റ് പ്രിജി. ഒപ്പം തന്നെ റോഷ്നയും മിഥുനും സമയം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്നുള്ളത് മിഥുന് തന്നെ അറിയാം. മറ്റുള്ളവർ പറയുന്നതിനിടയിൽ കൂടെ നമ്മൾ അവർക്ക് മറുപടി കൊടുത്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഇത്തരം ഒരു ചർച്ചയിൽ സമയം കിട്ടില്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ സമയം കിട്ടുമായിരുന്നു. എന്തായാലും പലർക്കും സമയം കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്,
ഇന്ന് കേരളത്തിൽ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഡയലോഗ് ശരിക്കും നീതിയുടെ പൊൻകിരണം കാണുന്നുണ്ടോ എന്ന ചോദ്യം ഇന്നാണ് ചോദിക്കേണ്ടിയിരുന്നത്. അത് ആരോടാണ് ചോദിക്കേണ്ടിയിരുന്നതെന്ന് അറിയാതെ ചോദിച്ചതുകൊണ്ടുണ്ടായ വലിയ അലമുറകളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കേൾക്കുന്നതും. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് വി കെ സനോജ്, ഒപ്പം മിഥുൻ വിജയകുമാർ, റോഷ്ന ആൻഡ്രോയ്, അഡ്വക്കേറ്റ് പി എ പ്രജി. ന്യൂസ് അവസാനിക്കുന്നു.